ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം എന്ന് പറയുന്ന ഒരു ക്ഷേത്രമുണ്ട്. ഒരു കാലത്ത് വളരെ വലിയ ചർച്ച ചെയ്യപ്പെട്ട ഒരു സംഭവമായിരുന്നു അത്. അതിനകത്തുള്ള നിലവറകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിനകത്ത് 6 നിലവറകളുണ്ട്. ആ നിലവറകൾക്കകത്തുള്ള സ്വർണത്തിന്റെ കണക്ക് പറയുന്നത് 1,00,000 കോടി രൂപയുടെ സ്വർണം അതിനകത്തുള്ളതാണ്. 1,00,000 കോടി രൂപയുടെ സ്വർണം പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ നിലവറകൾക്കകത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഒരൊറ്റ ക്ഷേത്രത്തിനകത്ത് സൂക്ഷിക്കപ്പെട്ട സമ്പത്തിന്റെ കണക്കാണ്. ഇന്ത്യയിലെ മൊത്തം വഖഫ് സ്വത്തിന്റെ ആസ്തി കണക്കാക്കപ്പെടുന്നത് 1.2 ലക്ഷം കോടി രൂപയുടെ സ്വത്താണ്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുള്ള മൊത്തം വഖഫ് സ്വത്തിന്റെ വിലയേക്കാൾ കൂടുതൽ വില മതിക്കുന്ന സ്വർണം തിരുവനന്തപുരത്തുള്ള ഒരൊറ്റ ക്ഷേത്രത്തിനകത്ത് സൂക്ഷിക്കുന്ന ആളുകളാണ് ഇന്ത്യ രാജ്യത്ത് വഖഫ് സ്വത്ത് കൊണ്ട് മുസ്ലിങ്ങൾ ആകപ്പാടെ മറ്റുള്ളവരുടെ ഭൂമി മുഴുവനും പിടിച്ചടക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്ന സ്വഭാവത്തിലുള്ള പ്രചരണങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ക്രൈസ്തവ സഭകളുടെ കീഴിലും അങ്ങനെ ധാരാളമുണ്ട്. പക്ഷെ അവർക്കൊരു വഖഫ് എന്ന് പറയുന്ന ഒരു സംവിധാനമല്ല. അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള മൊത്തം ക്രൈസ്തവ സഭകളുടെ സമ്പത്തിന് മുഴുവനും ഏകീകരിക്കുന്ന ഒരു ബോഡി അതിലില്ല. യഥാർത്ഥത്തിൽ ഇന്ത്യ രാജ്യത്തുള്ള സഭകളുടെ കീഴിലുള്ള സമ്പത്ത് നമ്മൾ കണക്കാക്കി കഴിഞ്ഞാൽ മുസ്ലിം സമൂഹത്തിന്റെ വഖഫ് സ്വത്തിനേക്കാൾ എത്രയോ ഇരട്ടി അവരുടെ കൈവശമുണ്ട്. പക്ഷെ അതൊന്നും എവിടെയും ചർച്ച ചെയ്യപ്പെടാറില്ല. ഇസ്ലാമിന്റെ വഖഫുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ വളരെ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. എറണാകുളം ജില്ലയിലുള്ള ചെറായി എന്ന് പറയുന്ന പ്രദേശത്തിനടുത്തുള്ള മുനമ്പത്തുള്ള വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇന്ന് ഇസ്ലാമിന്റെ ഈ വഖഫ് എന്ന് പറയുന്ന ആശയത്തെ നമ്മുടെ നാട്ടിൽ വളരെ വ്യാപകമായി തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാൻ വേണ്ടിയല്ല പറയുന്നത്, മറിച്ച് ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇത്തരം ടെർമിനോളജികളും ഇത്തരം സാങ്കേതിക പ്രയോഗങ്ങളും ഒക്കെ വളരെ വ്യാപകമായി തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ അത് പറഞ്ഞത്. ഇസ്ലാമിന്റെ ജിഹാദുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നമുക്കറിയാം. മുസ്ലിം സമുദായത്തിനകത്ത് ജിഹാദ് എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തോട് ചേർത്ത് വെച്ചിട്ടുള്ള ഒരാശയത്തിന്റെ പേരാണ്. പക്ഷെ അത് ഇന്ന് സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ്? ജിഹാദ് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ അല്ലാത്ത മറ്റുള്ളവരോടുള്ള യുദ്ധമാണ്, ഇവിടെയുള്ള മുസ്ലിങ്ങൾ അല്ലാത്ത മുഴുവൻ ആളുകളെയും കൊല്ലാൻ വേണ്ടിയുള്ള ആഹ്വാനമാണ് ജിഹാദ് എന്ന സ്വഭാവത്തിലുള്ള വലിയ പ്രചരണങ്ങൾ ഇന്നും നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് മാത്രമല്ല, പലതിനോടും ചേർത്ത് വെച്ചുകൊണ്ട് ജിഹാദ് എന്ന് പറയുന്ന ആശയത്തെ, ലവ് ജിഹാദ് എന്ന് പറയുന്ന വാക്ക് കുറെ കാലങ്ങളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രയോഗം, ലാൻഡ് ജിഹാദ്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ സന്ദർഭത്തിൽ നരേന്ദ്രമോദിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ സന്ദർഭത്തിൽ അദ്ദേഹം നടത്തിയ പ്രധാനപ്പെട്ട ഒരു പ്രഭാഷണമാണ്, ഒരു വാക്കാണ് വോട്ട് ജിഹാദ് എന്ന് പറയുന്നത്. എന്നാൽ മുസ്ലിങ്ങൾ വോട്ട് ചെയ്യുന്നത് പോലും ജിഹാദാണ്. ഒരർത്ഥത്തിൽ അത് ജിഹാദ് തന്നെയാണ്. പക്ഷെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി ഇത്തരം പ്രയോഗങ്ങളെ വളരെ ആസൂത്രിതമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചുരുക്കം. ആ അർത്ഥത്തിൽ ഖിലാഫത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളും ഇന്ന് നമ്മുടെ നാട്ടിൽ നടത്തുമ്പോൾ ഇസ്ലാമിനെ കുറിച്ച് വലിയ തോതിൽ തെറ്റിദ്ധാരണ പരത്തുവാനാണ് ഖിലാഫത്ത് എന്ന് പറയുന്ന ആ പദവും ഇന്ന് വളരെ വ്യാപകമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ ഭാഗത്തു നിന്ന് നമ്മൾ ഈ അടുത്ത് കേട്ട ഒരു പ്രഭാഷണം നിങ്ങളെല്ലാവരുടെയും ശ്രദ്ധയിലുണ്ട്. ഇവിടെയുള്ള ചില സംഘടനകൾ, ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചാണ് പറഞ്ഞത്. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പ്രസ്ഥാനം ഖലീഫമാരുടെ കാലഘട്ടത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത് എന്നൊരു പരാമർശം നമ്മളിവിടെ കേൾക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ ഖലീഫമാരുടെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ എന്താണ്, ഖിലാഫത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്നതിനെ കുറിച്ച് ഒന്നുകിൽ ഈ തെറ്റിദ്ധാരണാപരമായ പ്രസ്താവന നടത്തുമ്പോൾ അതിനെ കുറിച്ച് അവർക്ക് അറിവില്ല, അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ടും മുസ്ലിം സമുദായത്തെ കുറിച്ച് വലിയ തോതിലുള്ള തെറ്റിദ്ധാരണ പ്രചരിപ്പിക്കുവാൻ ഇത്തരം പ്രയോഗങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുക. യഥാർത്ഥത്തിൽ ഖിലാഫത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം. മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഖിലാഫത്ത് എന്ന് പറയുന്നത് അവര് എല്ലാ കാലഘട്ടങ്ങളിലും ആഗ്രഹിക്കുന്ന ഒന്നാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഖിലാഫത്തിന്റെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ ആത്മാർത്ഥമായും അങ്ങനെ ഒരു കാലഘട്ടം ഇന്ന് വന്നു കഴിഞ്ഞാൽ ഈ ലോകവും നമ്മുടെ രാജ്യവും ഒക്കെ നന്നാവുമെന്ന് വിചാരിക്കുന്നവരാ നമ്മളെല്ലാവരും. നമ്മൾ മാത്രമല്ല, ഖിലാഫത്തിനെ കുറിച്ച് സത്യസന്ധമായി മനസ്സിലാക്കി എല്ലാവരും അങ്ങനെ തന്നെയാണ് അതിനെ കുറിച്ച് കരുതുന്നത്. അതുകൊണ്ടാണല്ലോ ഇന്ത്യയുടെ രാഷ്ട്രപിതാവായി അറിയപ്പെടുന്ന ഗാന്ധിജി ഒരു സന്ദർഭത്തിൽ പറഞ്ഞത്, ഇന്ത്യയിൽ രാമരാജ്യത്തിന് വേണ്ടി വാദിച്ചയാളാണ് അദ്ദേഹം.
രാമരാജ്യത്തിന് വേണ്ടി വാദിച്ച അദ്ദേഹം ഒരു സന്ദർഭത്തിൽ പറഞ്ഞത്, ഇന്ത്യയിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഭരണം ഖലീഫ ഉമറിന്റേതാണ് എന്ന് പറഞ്ഞല്ലോ. ഖലീഫ ഉമറിന്റെ ഭരണമാണ് ഇന്ത്യ രാജ്യത്ത് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് ഇന്ത്യയുടെ രാഷ്ട്രപിതാവായി അറിയപ്പെടുന്ന ഗാന്ധിജി പോലും പറയുമ്പോൾ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, ഖലീഫ എന്ന് പറയുന്ന സംവിധാനത്തെ കുറിച്ച്, ഖിലാഫത്ത് എന്ന് പറയുന്ന ആശയത്തെ കുറിച്ച് അറിയുന്ന എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ എന്താണ് ഖലീഫ, ഖിലാഫത്ത് എന്നും ആരായിരുന്നു ഖലീഫമാർ എന്നും യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത്. വിശുദ്ധ ഖുർആനിൽ ഞാൻ നേരത്തെ ഓതിക്കേൽപ്പിച്ച ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് നൽകുന്ന ഒരു വാഗ്ദാനത്തെ കുറിച്ചാണ് പറയുന്നത്. വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സ്വാലിഹാത്ത് ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമസ്തഖ്ലഫ അല്ലദീന മിൻ ഖബ്ലിഹിം. വിശ്വാസികളായ, വിശ്വാസത്തോടൊപ്പം സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ഈമാനും അമലുസ് സ്വാലിഹാത്തുകളുമായി ജീവിക്കുന്ന മുഅ്മിനീങ്ങളായ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന വാഗ്ദാനം ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമസ്തഖ്ലഫ അല്ലദീന മിൻ ഖബ്ലിഹിം. അവരുടെ മുമ്പ് കഴിഞ്ഞുപോയ ആളുകൾക്ക് ഈ ഭൂമിയുടെ ഖിലാഫത്ത് ഏത് സ്വഭാവത്തിലാണോ നൽകിയത്, ആ സ്വഭാവത്തിൽ ഇവർക്കും അല്ലാഹു ഈ ഭൂമിയുടെ ഖിലാഫത്ത് നൽകും എന്ന് പടച്ച തമ്പുരാൻ അല്ലാഹുവിന്റെ വാഗ്ദാനമായി കൊണ്ട് വിശ്വാസികൾക്ക് നൽകുന്നത് സൂറത്തുൻ നൂറിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. അതിനെ തുടർന്നുകൊണ്ട് വീണ്ടും അല്ലാഹു പറയുന്നത് വലയുമക്കിനന്ന ലഹും ദീനഹും അല്ലദീ ഇർതദാ ലഹും. അവർ തൃപ്തിപ്പെട്ടുകൊണ്ട് അംഗീകരിച്ചിട്ടുള്ള ദീനുൽ ഇസ്ലാമിനെ ഇവിടെ വളരെ വ്യവസ്ഥാപിതമായി സ്ഥാപിക്കുവാനുള്ള സൗകര്യവും അല്ലാഹു അവർക്ക് നൽകുന്നതാണ്. വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംന. എന്തെല്ലാം ഭയാശങ്കകൾ നിറഞ്ഞ സാഹചര്യങ്ങളിലൂടെയാണോ അവർ കടന്നു പോകുന്നത്, ആ ഭയാശങ്കകളെല്ലാം നീക്കി സമാധാനത്തിന്റെയും നിർഭയത്വത്തിന്റെയുമായ ഒരു ലോകത്തെ ഇവിടെ നിർമ്മിക്കാൻ കഴിയുമെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് നൽകുന്ന വാഗ്ദാനമാണ്. അപ്പൊ പടച്ച തമ്പുരാൻ വിശ്വാസികൾക്ക് നൽകുന്ന ഒരു വാഗ്ദാനമാണ് ഖിലാഫത്ത് എന്ന് പറയുന്നത് എന്ന് അല്ലാഹു തന്നെ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിൽ ഏത് ഭാഗത്ത് ജീവിക്കുന്നവരാണെങ്കിലും ഖിലാഫത്ത് എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഗ്രഹമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിലൂടെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വാക്യമുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്, തകൂനു ഫീകും അൻ-നുബുവ്വ മാഷാ അല്ലാഹു അൻ തകൂൻ. നുബുവത്ത് എന്ന് പറയുന്നത് ഈ ലോകത്ത് ഒരു കാലം വരെ നിലനിൽക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് കാലം വരെയാണോ നുബുവത്ത് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നത്, ആ കാലം വരെ നുബുവത്ത് ഇവിടെ നിലനിൽക്കും. സുമ്മ യർഫഉഹു അല്ലാഹു ഇദാ ശാഅ യർഫഉഹ. പിന്നീട് ആ നുബുവത്ത് അല്ലാഹു എപ്പോഴാണോ ഉയർത്താൻ തീരുമാനിക്കുന്നത്, ആ സന്ദർഭത്തിൽ നുബുവത്തിനെ അല്ലാഹു ഉയർത്തും. പിന്നെ നുബുവത്ത് ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തുൽ നുബുവത്തോടുകൂടി നുബുവത്ത് എന്ന് പറയുന്നത് അല്ലാഹു ഉയർത്തിക്കളഞ്ഞു. ഇനി ഒരു പ്രവാചകൻ ഈ ഭൂമി ലോകത്ത് വരാനില്ല. എന്നിട്ട് അതിനെ തുടർന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, സുമ്മ തകൂനു ഖിലാഫത്തുൻ അലാ മിൻഹാജിൻ നുബുവ. ആ നുബുവത്തിന്റെ അതേ മിൻഹാജിൽ നിന്നുകൊണ്ട്, ആ നുബുവത്തിന്റെ പ്രകൃതത്തിൽ ഒട്ടും കോട്ടം സംഭവിക്കാതെ അതിനെ തുടർന്നുകൊണ്ട് ഇവിടെ ഖിലാഫത്ത് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടാകും. ഫതകൂനു മാഷാ അല്ലാഹു അൻ തകൂൻ. ആ നുബുവത്ത് ഏത് കാലം വരെയാണോ ഉണ്ടാകേണ്ടത്, ആ കാലം വരെ നുബുവത്ത് ഖിലാഫത്ത് ഈ ലോകത്ത് നിലനിൽക്കും. സുമ്മ യർഫഉഹു അല്ലാഹു ഇദാ ശാഅ അൻ യർഫഉഹ. അല്ലാഹു ആ നുബുവത്തിനെ ഏത് സന്ദർഭത്തിലാണോ ഉയർത്തണമെന്ന് ആഗ്രഹിക്കുന്നത്, ആ സന്ദർഭത്തിൽ ഖിലാഫത്തിനെ അല്ലാഹു പിന്നീട് ഉയർത്തിക്കളയുകയും ചെയ്യും. വീണ്ടും അല്ലാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, സുമ്മ തകൂനു മുൽക്കൻ ആദൻ മാഷാ അല്ലാഹു അൻ തകൂൻ. ഖിലാഫത്തിന് ശേഷം പിന്നീട് ഏകാധിപതികളായ ഭരണാധികാരികളെയാണ് പിന്നെ അല്ലാഹു നിശ്ചയിക്കുക. ഏകാധിപതികളായ ഭരണാധികാരികളെ, ആ ഏകാധിപതികളായ ഭരണാധികാരികൾ ഏത് കാലഘട്ടം വരെയാണോ ഈ ഭൂമിയിൽ നിലനിൽക്കണമെന്ന് അല്ലാഹു ആഗ്രഹിക്കുന്നത്, ആ കാലഘട്ടം വരെ ഏകാധിപതികളായ ഭരണാധികാരികൾ ഇവിടെ നിലനിൽക്കും. സുമ്മ യർഫഉഹ ഇദാ ശാഅ അൻ യർഫഉഹ. അതിനെ പിന്നീട് അല്ലാഹു ഉയർത്തണമെന്ന് തീരുമാനിക്കുന്ന സന്ദർഭത്തിൽ അതിനെയും അല്ലാഹു ഉയർത്തിക്കളയും. സുമ്മ തകൂനു മുൽക്കൻ ജബ്രിയൻ. പിന്നീട് വളരെ മർദ്ദകരായ, വളരെ ക്രൂരരായ, അക്രമികാരികളായ ഭരണാധികാരികളെ അല്ലാഹു ഈ ഭൂമിലോകത്ത് നിശ്ചയിക്കും. അക്രമകാരികളായ ഭരണാധികാരികൾ, എല്ലാ ക്രൂരതയും അവർ പുറത്തെടുത്ത് ജനങ്ങളെ പീഡിപ്പിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള ഭരണാധികാരികൾ ഈ ലോകത്ത് പിന്നെ വരും. അവരെയും അല്ലാഹു ഏത് സമയം വരെയാണോ നിലനിൽക്കേണ്ടത്, ആ കാലഘട്ടം വരെ നിലനിർത്തും. പിന്നീട് അല്ലാഹു അവരെയും ഉയർത്തിക്കളയും. എന്നിട്ട് അല്ലാഹു
ഇദാ ശാഅ യർഫഉഹാ എന്ന് പറഞ്ഞു ثم تكون خلافة على منهاج النبوة ثم سكت. ഇതൊക്കെ കഴിഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ അവസാനം വീണ്ടും പറയുന്നത് ഇതിന്റെ എല്ലാം ശേഷം ഏകാധിപതികളായ ഭരണാധികാരികൾ വരും. അവരല്ലാഹുവിന്റെ പദ്ധതികളും കഴിഞ്ഞതിന് ശേഷം അല്ലാഹുവിന്റെ റസൂലിന്റെ നബുവത്തിന്റെ മാതൃകയിൽ ഖിലാഫത്ത് വീണ്ടും ഈ ഭൂമിലോകത്ത് തിരിച്ചു വരിക എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ റസൂൽ വിശ്വാസികൾക്ക് നൽകുന്ന വാഗ്ദാനമാണ്. അത് ഈ ഭൂമിലോകത്ത് പുലരാതെ ഈ ദുനിയാവ് അവസാനിക്കുകയില്ല എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അങ്ങനെ വിശ്വസിക്കുന്ന ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഖലീഫമാരുടെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ എന്തോ അപകടം നിറഞ്ഞ, ലോകത്ത് വലിയ കലാപങ്ങളും കുഴപ്പങ്ങളും ഉണ്ടാകുന്ന, മനുഷ്യന്റെ സ്വാതന്ത്ര്യം മുഴുവനും നിഷേധിച്ചു കളയുന്ന, മനുഷ്യന്റെ ജീവിതത്തിന്റെ സ്വസ്ഥത വളരുന്ന ഒരു കാലഘട്ടമാണ് എന്ന സ്വഭാവത്തിൽ ആ കാലഘട്ടത്തെ പരിചയപ്പെടുത്തുമ്പോൾ അത് വിശ്വാസികൾക്ക് വലിയ വേദനയുണ്ടാക്കുന്ന പരാമർശമായി അത് അനുഭവപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഈ ഖലീഫമാർ എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സന്ദർഭത്തിൽ ഒരു പ്രഭാഷണം നടത്തുന്നുണ്ട്. ആ പ്രഭാഷണത്തെ കുറിച്ച് ഹദീസുകളിൽ കാണാൻ സാധിക്കും. വഅദന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൗഇദതൻ ബലീഗതൻ വജ്ലത മിൻഹൽ ഖുലൂബ് വദറഫത മിൻഹൽ ഉയൂൻ. കണ്ണുകളൊക്കെ വല്ലാതെ നിറഞ്ഞൊഴുകുന്ന, ഹൃദയങ്ങളൊക്കെ പ്രകമ്പനം കൊള്ളുന്ന ആ പ്രഭാഷണം കേട്ട് വിശ്വാസികൾ വല്ലാതെ വൈകാരികമായ ഒരവസ്ഥയിലേക്ക് എത്തിയ പ്രഭാഷണമായിരുന്നു. ആ പ്രഭാഷണത്തിന്റെ ശേഷം അല്ലാഹുവിന്റെ റസൂൽ ഇത് ഒരു വിടവാങ്ങൽ പ്രഭാഷണമാണോ, അല്ലാഹുവിന്റെ റസൂൽ ദുനിയാവിൽ നിന്ന് യാത്ര പറയാൻ വേണ്ടി പോവാണോ എന്ന് സ്വഹാബികൾ മനസ്സിലാക്കിയ ഒരു പ്രഭാഷണം കൂടിയായിരുന്നു അത്. അതുകൊണ്ടാണ് അവർക്ക് വല്ലാതെ അത് വൈകാരികമായ ഒരു അനുഭവമായി മാറിയത്. സ്വഹാബികൾ അല്ലാഹുവിന്റെ റസൂലിനോട് ആ സന്ദർഭത്തിൽ ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ് കഅന്നഹാ മൗഇദത്തുൻ മുവദ്ദിഉൻ, ഇതൊരു വിടവാങ്ങൽ പ്രസംഗം പോലെ ഞങ്ങൾക്ക് തോന്നുന്നല്ലോ റസൂലേ. നിങ്ങൾ ഈ ദുനിയാവിൽ നിന്ന് യാത്ര പറയാൻ വേണ്ടി പോവാണോ, ഞങ്ങളെ വിട്ട് നിങ്ങൾ പിരിയാൻ വേണ്ടി പോവാണോ, ഞങ്ങൾക്ക് അതിന്റെ വേദന താങ്ങാൻ കഴിയാത്തതാണ് എന്ന് സ്വഹാബികൾ ഒന്നടങ്കം അല്ലാഹുവിന്റെ റസൂലിനോട് ആ വേദന പങ്കുവെക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുന്നുണ്ട്, ഊസീകും ബിത്തഖ്വല്ലാഹ്, തഖ്വയിൽ അല്ലാഹുവിൽ നിങ്ങൾക്ക് തഖ്വയുണ്ടാകണമെന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ നിങ്ങളോട് ഉപദേശിക്കുകയാണ്. വസ്സംഇ വത്വഅ, അതേപോലെ തന്നെ നിങ്ങളിൽ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെടുന്നവർ ആരാണോ അവരെ നിങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യണമെന്നും ഞാൻ നിങ്ങളോട് കൽപ്പിക്കുകയാണ്. വഇൻ തഅമ്മറ അലൈക്കും അബ്ദുൽ ഹബശിയ്യുൻ, ഒരു ഹബശിയായ എന്ന് പറഞ്ഞാൽ ഒരു കറുത്തിരുണ്ട, നിങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ സൗന്ദര്യമില്ലാത്ത ഒരു ഭരണാധികാരിയാണ് നിങ്ങളുടെ ഭരണാധികാരിയായി നിശ്ചയിക്കുന്നതെങ്കിൽ പോലും അവരെ നിങ്ങൾ അനുസരിക്കുകയും അവരെ നിങ്ങൾ കേൾക്കുകയും ചെയ്തുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ, നിങ്ങൾക്ക് എന്റെ സുന്നത്ത് ഇവിടെയുണ്ട്, എന്റെ സുന്നത്ത് അനുസരിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കണം. ആ സുന്നത്തിനോടൊപ്പം തന്നെ നിങ്ങൾ വഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ, മഹ്ദിയീങ്ങളായ ഖുലഫാഉർ റാഷിദുകൾ എന്ന് പറയുന്ന ആ ഭരണാധികാരികളെ നിങ്ങൾ പിൻപറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, അഖ്ദു അലൈഹാ ബിന്നവാജി, നിങ്ങൾ എന്ത് ചെയ്യണം, അവരെ അണപ്പല്ലുകൾ കൊണ്ട് കടിച്ചു പിടിച്ചുകൊണ്ട് നിങ്ങൾ മുറുകെ പിടിക്കണം. ആ ഖലീഫമാരുടെ പാതയെ നിങ്ങൾ ഒരു കാരണവശാലും വിട്ടുകളയാൻ പാടില്ല. അതിനെ നിങ്ങൾ സമ്പൂർണ്ണമായി മുറുകെ പിടിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബികളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഈ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുള്ളതെങ്കിൽ ആ ഖലീഫമാരോടുള്ള വിശ്വാസികളുടെ വൈകാരികമായ ബന്ധം എന്ന് പറയുന്നത് ആര് വിചാരിച്ചാലും പിടിതുമാറ്റാൻ പറ്റാത്ത വല്ലാത്ത ഒരു ബന്ധമാണ്. അതാണ് ഖലീഫമാരും ഇസ്ലാമും മുസ്ലിങ്ങളും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്. കാരണം ഈ ദുനിയാവിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുക എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ നൽകുന്ന വാഗ്ദാനമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം ഹദീസുകളിലൂടെ നമ്മളെ പഠിപ്പിക്കുന്ന വാഗ്ദാനമാണ്. റസൂലുള്ളാഹി പറയുന്നുണ്ട്, ലയബ്ലുഗന്ന ഹാദൽ അംറു മാ ബലഗൽ ലൈലു വൻ നഹാർ, അല്ലാഹുവിന്റെ ദീനിന്റെ ഈ സന്ദേശമുണ്ടല്ലോ, രാവും പകലും എത്തുന്ന ഏതെല്ലാം സ്ഥലങ്ങളുണ്ടോ അവിടൊക്കെ എത്തിയിട്ട് ഈ ലോകം അവസാനിക്കും, ഒരു സംശയമില്ല. രാവും പകലും എത്തുന്ന ഏതെല്ലാം സ്ഥലങ്ങളുണ്ടോ അവിടെയൊക്കെ അല്ലാഹുവിന്റെ ദീനിന്റെ സന്ദേശം എത്തിയിരിക്കും. വലാ യത്റുഖുല്ലാഹു ബൈതൻ മദ്രിൻ വലാ വബരിൻ ഇല്ലാ അദ്ഖലഹു അല്ലാഹു ഹാദ ദീൻ, കുടിലെന്നോ കൊട്ടാരമെന്നോ വ്യത്യാസമില്ലാതെ, കുടിലെന്നോ കൊട്ടാരമെന്നോ വ്യത്യാസമില്ലാതെ ലോകത്തുള്ള എല്ലാ ഭവനങ്ങളിലും അല്ലാഹുവിന്റെ ദീനിന്റെ സന്ദേശം എത്തപ്പെടാതെ ഈ ലോകം അവസാനിക്കുന്ന പ്രശ്നമില്ലെന്ന് ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഞാൻ പറയുന്നത്,
ഈ ദുനിയാവിൽ ഖിലാഫത്തിന്റെ മനോഹാരിത വീണ്ടും തിരിച്ചു വരിക എന്ന് പറയുന്നത് ഈ ലോകത്ത് സംഭവിക്കേണ്ടതാണ്. ആ ഖിലാഫത്തിന്റെ പ്രത്യേകതയായി റസൂൽ പഠിപ്പിക്കുന്നത് അത് മിൻഹാജുൻ നുബുവ്വ, അത് നുബുവ്വത്തിന്റെ അതേ മാതൃകയിൽ, നുബുവ്വത്ത് ഈ ലോകത്ത് എങ്ങനെയാണോ മനുഷ്യ സമൂഹം അനുഭവിച്ചത് അതേ സ്വഭാവത്തിൽ അനുഭവിക്കാൻ കഴിയുന്ന ഒന്നാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഖിലാഫത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്താണ് നുബുവ്വത്ത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാലാണ് എന്താണ് ഖിലാഫത്ത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കുക. അല്ലെങ്കിൽ നുബുവ്വത്തിലൂടെ ആ ജനതയിലുണ്ടായ മാറ്റങ്ങൾ എന്താണോ ആ മാറ്റങ്ങൾ എന്താണ് എന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമാണ് ഖിലാഫത്തിലൂടെ ഒരു ജനതയിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടാവുക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്നതിന് മുമ്പ് നജാശിയുടെ അബസീനിയ, ഇന്നത്തെ എത്യോപ്യ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് ഹിജ്റ പോകുന്നുണ്ട്. ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ നേതൃത്വത്തിലാണ് ആ യാത്ര എന്ന് നമുക്കറിയാം. അബസീനിയ എന്ന് പറയുന്ന നജാശിയുടെ നേഗസ് ചക്രവർത്തി എന്ന് പറയുന്ന എത്യോപ്യയിലെ ഭരണാധികാരിയുടെ കൊട്ടാരത്തിലെത്തിയപ്പോ അവരെ തിരിച്ച് മക്കയിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ ഒരു സംഘം, ഒരു നിവേദക സംഘം ഈ പറയുന്ന നജാശിയുടെ ഭരണകൊട്ടാരത്തിൽ എത്തപ്പെടുകയാണ്. ഇവരെ തിരിച്ചറിയണം, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഞങ്ങളെ വഞ്ചിച്ചുകൊണ്ട് ഓടി രക്ഷപ്പെട്ടവരാണിവർ, അതുകൊണ്ട് തിരിച്ച് ഇവരെ ഞങ്ങളുടെ നാട്ടിലേക്ക് തന്നെ കൊണ്ടുവരാൻ നിങ്ങൾ അനുവദിക്കണമെന്ന് പറഞ്ഞ് നജാശിയുടെ കൊട്ടാരത്തിൽ അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം വന്നുകൊണ്ട് അവരുടെ ആവശ്യം പറയുമ്പോ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വിളിച്ച് നജാശി ചക്രവർത്തി ചോദിക്കുന്നുണ്ട്, എന്താണ് യഥാർത്ഥത്തിൽ ഈ പ്രവാചകൻ നിങ്ങളിൽ ഉണ്ടാക്കിയ പരിവർത്തനം? എന്താണ് അല്ലാഹുവിന്റെ റസൂൽ നിങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയ മാറ്റം എന്താണ് എന്ന് ചോദിക്കുമ്പോ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആ കൊട്ടാരത്തിൽ വെച്ച് നടത്തിയ ഒരു ഗംഭീരമായ ഒരു പ്രഭാഷണമുണ്ട്. ചരിത്രത്തിൽ മനോഹരമായി രേഖപ്പെടുത്തപ്പെട്ട ആ പ്രഭാഷണം നുബുവത്തിലൂടെ ഒരു ജനതയിൽ അല്ലാഹുവിന്റെ റസൂൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ എന്താണ് എന്ന് വളരെ കൃത്യതയോടുകൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന പ്രഭാഷണമാണ്. അദ്ദേഹം പറയുന്നത്, യാ അയ്യുഹൽ മലിക്, ആ രാജാവിനെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, കുന്നാ ഖൗമൻ അഹ്ല ജാഹിലിയത്തിൻ നഅബുദുൽ അസ്നാം, ഞങ്ങൾ ജാഹിലിയത്തിൽ ജീവിച്ചിരുന്ന ആളുകളായിരുന്നു. ഇസ്ലാമിന്റെ ഒരു മനോഹാരിതയും അനുഭവിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിന്റെ മുമ്പ് ജാഹിലിയത്തിന്റെ ഡാർക്ക് ഏജ് എന്ന ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ആ ദുരന്തത്തിന്റെ കാലഘട്ടത്തിന്റെ എല്ലാ അട്ടിപ്പേറുകളും ചുമന്നുകൊണ്ടാണ് ആ കാലഘട്ടത്തിൽ ഞങ്ങൾ ജീവിച്ചിരുന്നത്. നഅബുദുൽ അസ്നാം, ഞങ്ങള് ഒരുപാട് ബിംബങ്ങളെ ആരാധിച്ചുകൊണ്ടിരുന്നവരായിരുന്നു. വലക്കുലുൽ മൈത്തത, ഞങ്ങൾ ശവം തിന്നുന്നവരായിരുന്നു എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിൽ പാലിക്കേണ്ട ഒരു മര്യാദയും ഞങ്ങൾ പാലിച്ചിരുന്നില്ല. ഞങ്ങൾക്ക് കിട്ടിയതെല്ലാം ഞങ്ങൾ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരായിരുന്നു. വനഅതിൽ ഫവാഹിഷ്, എന്തെല്ലാം തിന്മകളുണ്ടോ, എന്തെല്ലാം മ്ലേച്ഛതകളുണ്ടോ ആ മ്ലേച്ഛകരമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിൽ ഞങ്ങൾക്കൊരു മടിയും ഉണ്ടായിരുന്നില്ല. വനഖതഉൽ അർഹാം, കുടുംബ ബന്ധത്തിന്റെ ഒരു മഹിമയും ഞങ്ങൾ കൽപ്പിച്ചിരുന്നില്ല. കുടുംബ ബന്ധങ്ങളെ ഞങ്ങൾ വിച്ഛേദിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിരുന്നത്. വനുസീബുൽ ജിവാർ, അയൽപക്ക ബന്ധം ഞങ്ങൾ മറന്നുപോയിരുന്നു. അയൽവാസികളെ സ്നേഹിക്കണമെന്നോ അവരെ പരിഗണിക്കണമെന്നോ ഞങ്ങൾക്കറിയുമായിരുന്നില്ല. ഞങ്ങളിലുള്ള ശക്തന്മാരായ ആളുകളുണ്ടല്ലോ, ആ ശക്തന്മാരായ ആളുകൾ ദുർബലരായ ആളുകളുടെ സമ്പത്ത് അന്യായമായി കട്ടുപുജിച്ച് ഞങ്ങൾ തടിച്ചു കൊടുത്തുകൊണ്ടിരുന്ന ഒരു ജനവിഭാഗമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു പ്രവാചകനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളിലേക്ക് നിയോഗിച്ചു നൽകുന്നത്. ആ പ്രവാചകൻ ഞങ്ങളിലേക്ക് വന്നു. ആ പ്രവാചകനെ കുറിച്ച് നഅരിഫു നസബഹു, ആ പ്രവാചകന്റെ വംശപരമ്പര ഞങ്ങൾക്ക് നന്നായി അറിയാം. വസിദ്ഖഹു വ അമാനതഹു, ആ പ്രവാചകന്റെ സത്യസന്ധത, ആ പ്രവാചകന്റെ വിശ്വസ്തത എന്താണെന്ന് വളരെ നന്നായിട്ട് ഞങ്ങൾ അനുഭവിച്ചവരാണ്. വഅഫാഫഹു, ആ പ്രവാചകന്റെ ചരിത്രം, പവിത്രത എത്രമാത്രമാണ് എന്ന് ഞങ്ങൾ നന്നായിട്ട് അനുഭവിച്ചവരാണ്. ആ പ്രവാചകൻ ഞങ്ങളിലേക്ക് വന്നു. ഫദഅന ഇലല്ലാഹി ലിനുവഹിദഹു വനഅബുദഹു, ആ പ്രവാചകൻ ഞങ്ങളിലേക്ക് ഒന്നാമതായി കൽപ്പിച്ചത് അല്ലാഹുവിന്റെ ഏകത്വത്തെ കുറിച്ചാണ്. പടച്ചതമ്പുരാന്റെ മുമ്പിൽ മാത്രമേ നിങ്ങൾ തലകുനിക്കാവൂ. നിങ്ങൾ കല്ല്, കരട്, കാഞ്ഞിരെ കുറ്റി മുതൽ മുള്ളും മുരടും മൂർഖൻ പാമ്പ് വരെ നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന എന്തെല്ലാം ഉണ്ടോ അതിനെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഏകനായ അല്ലാഹുവിന്റെ മുമ്പിൽ മാത്രം തലകുനിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾ മാറണമെന്ന് ആ പ്രവാചകൻ ഞങ്ങളോട് കൽപ്പിച്ചു. കല്ലുകളും മുള്ളുകളുമായി ഞങ്ങൾ ആരാധിച്ചുകൊണ്ടിരുന്ന എന്തെല്ലാം ഉണ്ടോ അതിനെല്ലാം ഒഴിവാക്കാൻ വേണ്ടി ആ പ്രവാചകൻ ഞങ്ങളോട് കൽപ്പിച്ചു. സത്യം മാത്രമേ പറയാവൂ. അമാനത്ത്, വിശ്വസ്തത എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. അത് നിങ്ങൾ ഒരിക്കലും കവർന്നു കൊടുക്കുന്ന
കൊണ്ട് മുന്നോട്ട് പോകാൻ പാടില്ല എന്ന് പ്രവാചകൻ ഞങ്ങളെ പഠിപ്പിച്ചു. വസിലത്തി റഹീം, കുടുംബബന്ധം മാന്യമായി നിങ്ങൾ നിലനിർത്തണമെന്ന് ആ പ്രവാചകൻ ഞങ്ങളോട് കൽപ്പിച്ചു. വഹുസ്നുൽ ജിവാർ, അയൽവാസികളോട് ഏറ്റവും മാന്യമായി പെരുമാറണമെന്ന് ആ പ്രവാചകൻ ഞങ്ങളോട് പറഞ്ഞു. വൽ കഫി അൽ മഹാരിമി വദ്ദിമാ, അതേപോലെ തന്നെ മറ്റുള്ളവരുടെ രക്തം ചിന്താൻ പാടില്ല, അതേപോലെ തന്നെ മറ്റുള്ളവരുടെ അഭിമാനം നിങ്ങൾ പിച്ചു ചിന്താൻ പാടില്ല എന്ന് ആ പ്രവാചകൻ ഞങ്ങളോട് കൽപ്പിച്ചു. വലഹാന അനിൽ ഫവാഹിഷ്, മ്ലേച്ഛകരമായ അനിഷ്ടകരമായ ചെയ്യാൻ പാടില്ലാത്തത് എന്ന് നിങ്ങൾ വിചാരിക്കുന്ന എന്തെല്ലാം ഉണ്ടോ അതൊന്നും നിങ്ങൾ ചെയ്യരുത് എന്ന് ആ പ്രവാചകൻ ഞങ്ങളോട് കൃത്യമായിട്ട് കൽപ്പിച്ചു. വഖൗലി സൂർ, അതേപോലെ തന്നെ കള്ളസാക്ഷി നിൽക്കാൻ പാടില്ല എന്ന് പ്രവാചകൻ ഞങ്ങളോട് പറഞ്ഞു. വാക്കിലി മാലിൽ യതീം, യതീമുകളുടെ ധനം അപഹരിക്കാൻ പാടില്ല എന്ന് പ്രവാചകൻ ഞങ്ങളെ പഠിപ്പിച്ചു. വഖദ്ഫിൽ മുഹ്സന, പതിവ്രതകളായ സ്ത്രീകളെ കുറിച്ച് വ്യഭിചാരാരോപണം നടത്താൻ പാടില്ല എന്ന് പ്രവാചകൻ ഞങ്ങളോട് കൽപ്പിച്ചു. ഇങ്ങനെ ഒരുപാട് നന്മയുടെ പാഠങ്ങൾ ആ പ്രവാചകൻ ഞങ്ങളെ പഠിപ്പിക്കുകയും ആ നന്മയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ പ്രാപ്തമാക്കുകയും ചെയ്ത ഞങ്ങളുടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ടതിന് ശേഷമാണ് ഞങ്ങൾ ജാഹിലിയ്യത്തിൽ നിന്ന് വെളിച്ചത്തിന്റെ വഴിയിലേക്ക് ഞങ്ങൾ വന്നത്. ബാത്തിലിന്റെ വഴിയിൽ നിന്ന് ഹക്കിലേക്ക് ഞങ്ങൾ തിരിച്ചു വന്നത്. ജീവിതത്തിൽ ഞങ്ങൾ ചെയ്തിരുന്ന സയ്യിആത്തുകൾ ഉപേക്ഷിച്ചുകൊണ്ട് ഹസനാത്തിന്റെ മാർഗത്തിലേക്ക് ഞങ്ങൾ വന്നത്. എന്താണ് ഹക്കും ബാത്തിലും തമ്മിലുള്ള വ്യത്യാസം എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയത്. എന്താണ് അദിലും ദുൽമും തമ്മിലുള്ള വ്യത്യാസം എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയത്. എന്താണ് ഖൈറും ശർറും തമ്മിലുള്ള വ്യത്യാസം എന്ന് ഞങ്ങൾ പഠിപ്പിച്ചത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളിലേക്ക് വന്നപ്പോഴാണ്. ഇതാണ് ആ നുബുവത്തിലൂടെ ഞങ്ങളിൽ ഉണ്ടാക്കിയ മാറ്റം എന്ന് പറയുന്നത്. ഇത് കേവലം സാമൂഹിക, സാമ്പത്തിക, വ്യക്തി ആരാധന മേഖലകളിൽ മാത്രമല്ല ആ പ്രവാചകൻ തന്റെ സമൂഹത്തിൽ മാറ്റം ഉണ്ടാക്കുന്നത്. മറിച്ച് എന്തിനാണ് ഹിജ്റ പോയത്? എന്തിനാണ് നജാശിയുടെ അബസീനിയയിലേക്ക് ഹിജ്റ പോയത്? അല്ലാഹുവിന്റെ റസൂൽ അങ്ങോട്ട് ഹിജ്റ പോയില്ല. അബസീനിയയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോയിട്ടില്ല. സ്വഹാബികൾക്ക് താൽക്കാലികമായ ഒരു അഭയകേന്ദ്രം എന്ന നിലയ്ക്ക് അങ്ങോട്ട് പോകാൻ അനുവാദം നൽകി. പക്ഷേ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഥാർത്ഥത്തിൽ ഹിജ്റ പോകുന്നത് നമുക്കറിയാവുന്നതുപോലെ യസ്രിബ് എന്ന് പറയുന്ന മദീനയിലേക്കാണ്. മദീനത്തുർ റസൂൽ എന്ന പേരിൽ പിന്നീട് അറിയപ്പെട്ട യസ്രിബിലേക്കാണ് അല്ലാഹുവിന്റെ റസൂൽ ഹിജ്റ പോയത്. കാരണം അല്ലാഹുവിന്റെ ദീനിന്റെ പൂർണ്ണമായ ആവിഷ്കാരം സാധ്യമാകണമെങ്കിൽ ക്രിസ്ത്യാനിയായ ഭരണാധികാരിയുടെ നജാശിയുടെ ആ ഭരണകൂടത്തിന് കീഴിൽ സാധ്യമല്ല എന്ന് അല്ലാഹുവിന്റെ റസൂലിന് അറിയാമായിരുന്നു. അതുകൊണ്ട് ഈ പറയുന്ന അബസീനിയ അല്ലാതെ യസ്രിബ് എന്ന് പറയുന്ന പ്രദേശത്തേക്ക് അല്ലാഹുവിന്റെ റസൂൽ ഹിജ്റ പോകുമ്പോൾ ആ യസ്രിബിനെ കേന്ദ്രമാക്കിക്കൊണ്ട് മദീനത്തുർ റസൂൽ ഉണ്ടായി. ആ മദീനത്തുർ റസൂലിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ഇസ്ലാമികമായ ഭരണകൂടം സ്ഥാപിക്കപ്പെട്ടു. ഇസ്ലാമികമായ ഭരണകൂടം എന്ന് പറയുമ്പോൾ ചില ആളുകൾക്ക് വല്ലാത്ത കലിപ്പ. അപ്പൊ രാഷ്ട്രീയ ഇസ്ലാമിനെ കുറിച്ച് പറയും. ഇസ്ലാമിനകത്ത് രാഷ്ട്രീയമോ, രാഷ്ട്രീയത്തെ ചേർത്ത് വെച്ചുകൊണ്ട് ഇസ്ലാമിനെ കുറിച്ച് പറയാൻ പറ്റുമോ എന്നൊക്കെയുള്ള വാദങ്ങൾ ചില ആളുകൾ ഉന്നയിക്കും. യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ രാഷ്ട്രീയ ഉള്ളടക്കമുള്ള ഒരു ഭരണ സംവിധാനത്തെ ഈ ലോകത്തിന് മുമ്പിൽ മനോഹരമായ ആവിഷ്കരിച്ച നേതാവ് ഹബീബുനാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണെങ്കിൽ ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിന്റെ പാരമ്പര്യത്തിലാണ് പിന്നീട് ഖിലാഫത്ത് ഈ ഭൂമി ലോകത്ത് യാഥാർത്ഥ്യമായത് എന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ഇതിനെ കുറിച്ചൊക്കെ വലിയ തെറ്റിദ്ധാരണകളാണ്. നുബുവത്തിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ. അതുകൊണ്ടാണല്ലോ 6-ാം നൂറ്റാണ്ടിൽ അപരിഷ്കൃതത്വം എന്ന് പറയുന്നത് ഇന്ന് വളരെ വ്യാപകമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ടെർമിനോളജിയാണ്. 6-ാം നൂറ്റാണ്ടിന്റെ അപരിഷ്കൃതത്വം. യഥാർത്ഥത്തിൽ അല്ലാഹുവിന്റെ റസൂൽ 6-ാം നൂറ്റാണ്ടിലല്ല തന്റെ പ്രവർത്തനങ്ങൾ നടത്തിയത്, 7-ാം നൂറ്റാണ്ടിലാണ്. 6-ാം നൂറ്റാണ്ടിൽ അല്ലാഹു റസൂൽ ജനിച്ചിട്ടുണ്ട്. പക്ഷെ റസൂലിന്റെ നുബുവത്ത് 7-ാം നൂറ്റാണ്ടിലാണ്. അറിയാതെ 6-ാം നൂറ്റാണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. 6-ാം നൂറ്റാണ്ടിന്റെ അപരിഷ്കൃതത്വം എന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ഈ നുബുവത്തിന്റെ കാലഘട്ടം അപരിഷ്കൃതത്വത്തിന്റെ കാലഘട്ടമാണ്. 21-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാധുനികതയുടെ സംവിധാനങ്ങളോട് സമ്മതിക്കാനുള്ള സംവേദനക്ഷമത നിങ്ങൾക്കും ഇസ്ലാമിനൊന്നും ഇല്ല എന്ന് ആരോപിക്കാൻ വേണ്ടിയാണ് ഈ 6-ാം നൂറ്റാണ്ടിന്റെ അപരിഷ്കൃതത്വം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ആ കാലഘട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂൽ ഉണ്ടാക്കിയ മദീന കേന്ദ്രമായ ഒരു ഇസ്ലാമിക ഭരണ സംവിധാനമുണ്ട്. മദീന ചാർട്ടർ എന്ന് പറയുന്ന സഹീഫത്തു മദീന എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ഭരണഘടന, ലോകത്ത് ആദ്യമായി എഴുതപ്പെട്ട ഒരു ഭരണഘടന ഈ ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിച്ച വ്യക്തിത്വം ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അല്ലാഹുവിന്റെ റസൂൽ ഉണ്ടാക്കിയ ഭരണഘടനയുടെ അടിസ്ഥാനത്തിലുള്ള ഇസ്ലാമിക ഭരണകൂടം നിങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അതൊരു മുസ്ലിം മെജോറിറ്റിയുള്ള, ഒരു മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള ഒരു ഭരണകൂടമേ ആയിരുന്നില്ല. മറിച്ച് 85% മുസ്ലിങ്ങളല്ലാത്ത ജൂതന്മാരും ക്രിസ്ത്യാനികളും മജൂസികളും അതേപോലെ തന്നെ മുശ്രിക്കീങ്ങളായ ആളുകളും ഉൾപ്പെടെയുള്ള അല്ലാഹുവിന്റെ ദീനിൽ വിശ്വസിച്ചിട്ടില്ലാത്ത 85% ആളുകളുള്ള 15% മാത്രം മുസ്ലിങ്ങളുള്ള
ഒരു സംവിധാനത്തിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന കേന്ദ്രമായി ഒരു ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കുന്നത്. ആ ഇസ്ലാമിക രാഷ്ട്രത്തിലുള്ള എല്ലാ പൗരന്മാരെയും ഒന്നിച്ചു കാണുന്ന 52 ഖണ്ഡികകളുള്ള ആ ഭരണഘടന നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒന്നാമത്തെ ഖണ്ഡികയിൽ എഴുതി വെച്ച പോയിന്റ് ഇങ്ങനെയാണ്. എന്താണ് എഴുതി വെച്ചിട്ടുള്ളത്? അന്നഹു ഉമ്മത്തുൻ വാഹിദത്തുൻ മിൻ ദൂനിൻ നിസാ. നമ്മളെല്ലാവരും ഒരൊറ്റ ഉമ്മത്താണ്. ആരെക്കുറിച്ച് പറയുന്നത്? ഇസ്ലാമിനെ ഏത് കാലത്തും അങ്ങേയറ്റത്തെ നശിപ്പിക്കുവാൻ വേണ്ടി ശ്രമിച്ച ജൂതന്മാർ, ഇസ്ലാമിന്റെ തന്ത്രങ്ങളിലൂടെ പരാജയപ്പെടുത്താൻ ശ്രമിച്ച ക്രിസ്ത്യാനികൾ, ഇസ്ലാമിനോട് നേരിട്ട് യുദ്ധം പ്രഖ്യാപിച്ച മുശ്രിക്കുകൾ, ഇവരെ എല്ലാവരെയും ചേർത്ത് വെച്ചുകൊണ്ട് അന്നഹും ഉമ്മത്തുൻ വാഹിദത്തുൻ മിൻ ദൂനിൻ നാസ്, മറ്റുള്ളവരൊഴികെ ഈ സമൂഹത്തിൽ ഈ രാജ്യത്തിലുള്ള എല്ലാവരും ഒരൊറ്റ ഉമ്മത്താണ് എന്ന് ഈ ലോകത്തിന്റെ മുമ്പിൽ പ്രഖ്യാപിച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന കേന്ദ്രമായി രൂപപ്പെടുത്തിയ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ഭരണഘടന രൂപപ്പെടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമോ? ഇങ്ങനെയുള്ള ഒരു ഭരണത്തെ, ഇങ്ങനെയുള്ള ഒരു ആശയത്തെ കുറിച്ചാണ് ഈ സ്വഭാവത്തിൽ വലിയ തോതിലുള്ള തെറ്റിദ്ധാരണകൾ പ്രചരിപ്പിക്കുന്നത് എന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലാഹുവിന്റെ റസൂലിന്റെ നേതൃത്വത്തിൽ ഉണ്ടായ ഈ നുബുവത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തോടുകൂടി അവസാനിച്ചു. അല്ലാഹുവിന്റെ റസൂൽ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞ യാത്രയായി. യാത്രയായപ്പോൾ എന്താ ഇവിടെ സംഭവിച്ചത്? ആരായിരിക്കണം അടുത്ത ഖലീഫ? ഇസ്ലാമിൽ ജനാധിപത്യമില്ല, ഇസ്ലാമിൽ വലിയ പ്രശ്നങ്ങൾ മാത്രമാണ് എന്ന് ഇസ്ലാമിനെ കുറിച്ച് ആരോപിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷം അടുത്ത ഖലീഫയായി വന്നതാരാ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ ഖലീഫയായത്? അല്ലാഹുവിന്റെ റസൂൽ എന്റെ ശേഷം നിങ്ങളാവണമെന്ന് നേരിട്ട് പറഞ്ഞിരുന്നോ? ഒരിക്കലും പറഞ്ഞിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായി ഖബറടക്കാൻ 3 ദിവസം കാത്തുനിന്നു. 3 ദിവസം കാത്തുനിന്നു. എന്തിനാണെന്നറിയോ? വേറെ ഒന്നുമല്ല, അടുത്ത ഖലീഫ ആരായിരിക്കണമെന്ന് കൂടിയാലോചിച്ചുകൊണ്ട് തീരുമാനിക്കാൻ. എല്ലാവരുമായി പരസ്പരം കൂടിയാലോചിച്ച് ആരായിരിക്കണം അടുത്ത നേതാവ് എന്ന് തീരുമാനിക്കാൻ വേണ്ടി അല്ലാഹുവിന്റെ റസൂലിനെ ഖബറിൽ കൊണ്ടുപോയി വെക്കുന്നതിന് 3 ദിവസം കാത്തിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ ഖബറിൽ പോകുന്നതിന് മുമ്പ് അടുത്ത ഭരണാധികാരി, അടുത്ത നേതൃത്വം ആരാണ് എന്ന് തീരുമാനിക്കപ്പെടേണ്ടതുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് 3 ദിവസം വരെ അവർ കാത്തിരുന്നത് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ എല്ലാവരുടെയും പല അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. കുറിച്ച് അഭിപ്രായം വന്നു, ഉമറുവിന്റെ പേര് ഉയർന്നു വന്നു, അതേപോലെ തന്നെ പല സഹാബിമാരുടെയും പേര് ഉയർന്നു വന്നിട്ടുണ്ട്. പക്ഷേ എല്ലാവരുടെയും ഏക അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ അവസാനം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ ഇസ്ലാമിന്റെ ഖലീഫയായി പ്രഖ്യാപിച്ചു. ഇസ്ലാമിന്റെ ഖലീഫയായി അദ്ദേഹം പ്രഖ്യാപിച്ച് അദ്ദേഹം ഉത്തരവാദിത്തം ഏറ്റെടുക്കുമ്പോൾ, ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം നടത്തിയ ഒരു മനോഹരമായ പ്രഭാഷണം ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ഹംദുൻ സലാത്തു ഫഇൻ അഹ്സൻതു ഫഅഇനൂനി വഇൻ അസഅതു ഫഖഫിനൂനി. ഞാൻ നിങ്ങളെ പോലത്തെ ഒരു മനുഷ്യൻ മാത്രമാണ്, ഒരു പ്രത്യേകത എനിക്കില്ല. നിങ്ങൾ ആരാണോ അതേ സംശയം ആസ്വദിക്കുവാനുള്ള അവസരം നൽകിക്കൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ ഖിലാഫത്ത് ഏറ്റെടുക്കുന്നത്. ഇസ്ലാമിന്റെ ഖിലാഫത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് നീതിയിൽ അധിഷ്ഠിതമാണെന്നുള്ളതാണ്. കാരണം ഇസ്ലാമിന്റെ തന്നെ പ്രകൃതം യാ അയ്യുഹല്ലദീന ആമനൂ കുനൂ ഖവ്വാമീന ബിൽ ഖിസ്തി ശുഹദാ ലില്ലാഹ്. നിങ്ങൾ നീതിക്ക് വേണ്ടി സാക്ഷികളായി മാറണം. അല്ലാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് നിങ്ങൾ നീതിക്ക് സാക്ഷികളായി മാറണം. തിരിച്ചും അല്ലാഹു പറയുന്നത് കുനൂ ഖവ്വാമീന ബില്ലാഹി ശുഹദാ ബിൽ ഖിസ്തി എന്ന് പറയുന്നത് നിങ്ങൾ അല്ലാഹുവിന്റെ സാക്ഷികളായി മാറണം നീതിയുടെ പക്ഷത്ത് നിന്നുകൊണ്ട്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ അല്ലാഹുവിന്റെ പക്ഷത്ത് നിൽക്കുക എന്നതിന്റെ അർത്ഥം നിങ്ങൾ നീതിയുടെ പക്ഷത്ത് നിൽക്കാനാണ്. നീതിയുടെ പക്ഷത്ത് നിൽക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾ അല്ലാഹുവിന്റെ പക്ഷത്താണെന്നാണ്. അതിൽ യാതൊരു വ്യത്യാസമില്ല. അപ്പൊ നീതിയാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനം. ഇന്നല്ലാഹ യഅ്മുറുകും ബിൽ അദ്ലി വൽ ഇഹ്സാനി വഇതാഇ ദിൽ ഖുർബ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ വൽ ബഗി യഅ്ലുകും ലഅല്ലകും തദക്കറൂൻ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത് ഈ ഒരു അടിസ്ഥാനത്തിലാണ്. ഇന്നല്ലാഹ യഅ്മുറുകും ബിൽ അദ്ലി, നിശ്ചയമായും അല്ലാഹു നിങ്ങളോട് കൽപ്പിക്കുന്നത് നീതിയാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരു ഭരണാധികാരിയെ തെരഞ്ഞെടുക്കുമ്പോൾ ആ ഭരണാധികാരിയുടെ തെരഞ്ഞെടുക്കുന്ന വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നീതി എന്ന് പറയുന്നത് നിങ്ങൾ പരിഗണിക്കണമെന്നാണ്. ഇന്നല്ലാഹ യഅ്മുറുകും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ. നിങ്ങൾ അമാനാത്ത് എന്ന് പറയുന്ന അമാനത്തിനെ കുറിച്ചുള്ള മുഫസ്സിറുകൾ പറയുന്നത് ഭരണാധികാരവും ഉത്തരവാദിത്തങ്ങളും ഏൽപ്പിക്കുന്നതിനെ കുറിച്ചാണ്. ആർക്കെങ്കിലും നിങ്ങൾ ഉത്തരവാദിത്തം ഏൽപ്പിക്കുമ്പോൾ ആ ഉത്തരവാദിത്തം നിങ്ങൾ വളരെ അമാനത്താണ് എന്ന് മനസ്സിലാക്കി അതിന്റെ അർഹമായ കൈകളിൽ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കണം. കാരണം വൈദാ ഹക്കംതും ബൈനന്നാസി അൻ തഹ്കുമു ബിൽ അദ്ൽ, അവരുടെ
ഈ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഭരണം നടത്തുമ്പോൾ ആ ഭരണം നീതിപൂർവമായി മാറണം. നീതിയില്ലാത്ത ഭരണമായി മാറാൻ പാടില്ല. ഇസ്ലാമിന്റെ ഖിലാഫത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നീതിയാണ് എന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവനയിലൂടെ പറയുന്നത് കാണാൻ സാധിക്കും. ഇന്നല്ലാഹ യൻസുറു ദൗലത്തൽ ആദില വഇൻ കാനത് കാഫിറ വലാ യൻസുറു ദൗലത്തൽ ളാലിമ വലൗ കാനത് മുസ്ലിമ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഭരണകൂടം സത്യനിഷേധികളുടെ ഭരണകൂടം കാഫിരീകളാണ് ഭരിക്കുന്നത്, പക്ഷെ അവിടെ നീതിയുണ്ട്. കാഫിറുകളുടെ നേതൃത്വത്തിൽ ഇസ്ലാമുമായി ബന്ധമില്ലാത്ത സത്യനിഷേധികളുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടമാണ്, പക്ഷേ ആ ഭരണകൂടത്തിൽ നീതിയുണ്ട് എങ്കിൽ അല്ലാഹുവിന്റെ സഹായം അതിന്റെ കൂടെ ഉണ്ടാവും. എന്നാൽ നേരെ തിരിച്ച് ഭരിക്കുന്നവർ മുസ്ലിങ്ങളാണ്, പക്ഷെ അവിടെ നീതിയില്ല, ആളുകൾക്ക് നീതി നൽകുവാൻ മുസ്ലിം പേരുള്ള ഭരണാധികാരികൾക്ക് കഴിയുന്നില്ല എങ്കിൽ അല്ലാഹുവിന്റെ സഹായം ഒരിക്കലും അത്തരം ഭരണകൂടത്തിന്റെ കൂടെ ഉണ്ടാവുകയില്ലെന്ന് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവനയിലൂടെ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. കാരണം നീതിയാണ് ഇസ്ലാമിക ഭരണകൂടത്തിന്റെ അടിസ്ഥാനം. അതുകൊണ്ട് ഖലീഫമാരുടെ കാലഘട്ടം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിലെ ഭരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് നീതിയിലധിഷ്ഠിതമായ ഒരു ഭരണം ഈ ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിച്ചു എന്നുള്ളതാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ ലോകത്തോട് ഇടപെടലും ശേഷം അധികാരം ഏറ്റെടുക്കുന്നത് നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അഭിപ്രായ പ്രകാരം നിർദ്ദേശിക്കപ്പെട്ടവരാണ്. പക്ഷേ അന്ന് ജീവിച്ചിരുന്ന ആളുകൾക്കിടയിൽ രണ്ടാമതായി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖലീഫയായി വരണമെന്ന കാര്യത്തിൽ ഒരു കുഞ്ഞിന് പോലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. കാരണം അത്രമാത്രം എല്ലാവരും ആഗ്രഹിച്ചിരുന്ന ഒരു നേതാവായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് അദ്ദേഹം ഖലീഫയായി അദ്ദേഹം ഖിലാഫത്ത് ഏറ്റെടുക്കുന്ന സന്ദർഭത്തിലും അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് തന്നെ അൽ അദ്ലു കമാ യംബഗി അൻ യകൂൻ എന്നാണ്. അഥവാ ഉമർ റളിയല്ലാഹു തആലയെ കുറിച്ചുള്ള പ്രസ്താവനയാണ്. ഉമർ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ അൽ അദ്ലു കമാ യംബഗി അൻ യകൂൻ, നീതി എപ്രകാരമാണ് ഉണ്ടാകേണ്ടത് അപ്രകാരം നീതി നടപ്പിലാക്കിയ വ്യക്തിത്വത്തിന്റെ പേരാണ് ഉമർ റളിയല്ലാഹു തആല അൻഹു. നീതിയായിരുന്നു അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ അടിസ്ഥാനം. അത് ലോകത്തിന് വളരെ കൃത്യമായി ബോധ്യപ്പെട്ട കാര്യമാണ്. അദ്ദേഹത്തിന്റെ ഭരണാധികാരം ഏറ്റെടുക്കുന്ന സന്ദർഭത്തിലും അദ്ദേഹം നടത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രഭാഷണമുണ്ട്. ആ പ്രഭാഷണത്തിലും അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട വാക്കുകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. ഇദാ അഹ്സൻത ഫഅഈനൂനി ഇദാ അഹ്സൻതു ഫഅഈനൂനി, ഞാനല്ല നല്ല കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ സഹായിക്കണം. വഇദാ അസ്അതു ഫഖവ്വിമൂനി, ഞാൻ ചീത്ത മാർഗ്ഗത്തിലൂടെ അല്ലാഹുവിന്റെ ദീനിൽ നിരക്കാത്ത മാർഗ്ഗത്തിലൂടെയാണ് അല്ലെങ്കിൽ ജനങ്ങൾക്ക് മോശമായ അനുഭവങ്ങൾ സമ്മാനിച്ചുകൊണ്ടാണ് എന്റെ ഭരണകൂടം മുന്നോട്ട് പോകുന്നതെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ എന്നെ സഹായിക്കേണ്ടതില്ല, നിങ്ങൾ എന്നെ ശരിയാക്കുകയാണ് വേണ്ടത് എന്ന് പറയുമ്പോൾ ഒരാൾ ഊരിപ്പിടിച്ച വാളുമായി ഫഖാമ റജുലുൻ ഫിൽ മസ്ജിദി, ഊരിപ്പിടിച്ച വാളുമായി ഒരാൾ പള്ളിയിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു ലൗ റഅയ്നാ ഫീക ഇർജാജൻ ലഖവ്വംനാഹു ബിസുയൂഫിന, നിങ്ങളിൽ വല്ല പാളിച്ചകളും ഞങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നേരായ മാർഗത്തിലൂടെയല്ല തെറ്റായ മാർഗത്തിലൂടെയാണ് നിങ്ങൾ ഈ ഭരണകൂടത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങളുടെ മറുപടി പറയുക ഞങ്ങളുടെ കൈകൾ കൊണ്ടോ വാക്കുകൾ കൊണ്ടല്ല, ഈ വാൾ കൊണ്ട് നിങ്ങളെ തിരുത്തുന്നവരായി ഞങ്ങളുണ്ടാകും എന്ന് ആ ജനത വിളിച്ചു പറയുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു പ്രസ്താവനയുണ്ട്. അൽഹംദുലില്ലാഹില്ലദീ ജഅല ഫീ ഉമ്മത്തി മുഹമ്മദിൻ മൻ യുഖവ്വിമു ഉമറ ബിസൈഫിഹി. ഉമർ റളിയല്ലാഹു അൻഹുവിനെ സ്വന്തം വാളുകൊണ്ട് നേരെയാക്കാൻ തീരുമാനിച്ചുറപ്പിച്ച് രംഗത്ത് വന്ന ആളുകളെ കൊണ്ട് എന്നെ ശക്തിപ്പെടുത്തിയ അല്ലാഹുവേ നിനക്ക് സ്തുതി എന്ന് പറഞ്ഞുകൊണ്ട് ഉമർ റളിയല്ലാഹു തആല അതിന് മറുപടി പറയുമ്പോൾ ഇന്ന് ഭരണാധികാരികളുടെ മുഖത്ത് നോക്കി അവർക്ക് രസിക്കാത്ത അവർക്ക് താല്പര്യമില്ലാത്ത വർത്തമാനങ്ങൾ പറഞ്ഞാൽ കടക്കും പുറത്ത് എന്ന് പറഞ്ഞ് അവരെ പുറത്താക്കുന്ന ഭരണാധികാരികളുടെ കാലഘട്ടത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു തന്നെ ചോദ്യം ചെയ്യുന്ന ആള് അല്ലാഹുവിന്റെ മാർഗത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഇത്തരം വ്യക്തിത്വങ്ങളാണ് യഥാർത്ഥത്തിൽ ഭരണകൂടത്തിനെ നേരെയാക്കാൻ സാധിക്കുക എന്ന് അവിടെ വെച്ചുകൊണ്ട് പ്രഖ്യാപിക്കുമ്പോൾ ഇതാണ് ഉമർ റളിയല്ലാഹു തആല ആ ജനതയുടെ മുന്നിൽ സമർപ്പിച്ച ഭരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയായി കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ ഒരുപാട് സംഭവങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്ന ധാരാളം സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒരു സന്ദർഭത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു ജനതയുടെ മുന്നിൽ ഒരു പ്രഭാഷകനായി എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാൻ അയ്യുഹന്നാസ് ഇസ്മഉ വഅതീഉ എന്നാണ് തുടങ്ങുന്നത്. ജനങ്ങളെ, ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം, എന്നെ നിങ്ങൾ അനുസരിക്കണം. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുകയും എന്നെ അനുസരിക്കുകയും ചെയ്യണമെന്ന് പറയുമ്പോൾ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്ന് അവിടുന്ന് ചോദ്യം ചോദിക്കുന്നുണ്ട്. ലാ സമഅലകൽ യൗമ വലാ തുആ, ഇന്നത്തെ ദിവസം നിങ്ങൾ അനുസരിക്കുന്ന പ്രശ്നമില്ല, നിങ്ങളെ ഞങ്ങൾ കേൾക്കുകയുമില്ല. ഉമർ റളിയല്ലാഹു അൻഹു ആനന്ദപ്പെട്ടുപോയി. ഒരു ഭരണാധികാരിയുടെ മുഖത്ത് നോക്കി ഒരു
സാധാരണക്കാരനായ മനുഷ്യനോട് പറയാണ്, നിങ്ങളെ ഞങ്ങൾ കേൾക്കൂല, നിങ്ങൾ പറയുന്നത് അനുസരിക്കുവാൻ ഞങ്ങൾ ഒരിക്കലും തയ്യാറില്ല. നിങ്ങളുടെ ശരീരത്തിൽ ധരിച്ച ഈ വസ്ത്രമുണ്ടല്ലോ, ഇത് എവിടെ നിന്നാണ് കിട്ടിയത് എന്ന് ഞങ്ങളുടെ മുമ്പിൽ വ്യക്തമാക്കാതെ നിങ്ങൾ അനുസരിക്കുന്ന പ്രശ്നമില്ല. കുറച്ച് വലിയ മനുഷ്യനാണല്ലോ, അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ധരിച്ച വസ്ത്രത്തിന്റെ വലിപ്പം കണ്ടിട്ട് ഈ വസ്ത്രം എവിടെ നിന്നാണ് കിട്ടിയത് എന്ന് മറുപടി പറയാതെ നിങ്ങൾ അനുസരിക്കുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞപ്പോ തന്റെ പ്രിയപ്പെട്ട മകനെ പുറത്തിരിക്കുന്നുണ്ട് അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ വിളിച്ചു വരുത്തി ഇതിന്റെ വിശദീകരണം കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, എന്റെ വാപ്പ നമ്മളെ പോലെയല്ല, വലിയ ശരീരമുള്ള, നമ്മളെക്കാൾ തടിയും വണ്ണവുമുള്ള, നമ്മളെക്കാൾ നീളമുള്ള ഒരു വലിയ മനുഷ്യനാണ് എന്റെ വാപ്പ. എന്റെ വാപ്പാക്ക് റേഷനായി കൊണ്ട് നൽകിയ വസ്ത്രത്തിന്റെ തുണി കൊണ്ട് വസ്ത്രം തുന്നാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് റേഷനായി എനിക്ക് കിട്ടിയ വസ്ത്രമുണ്ടല്ലോ, അതുകൂടി എന്റെ പിതാവിന് കൊടുത്ത് എന്റേത് കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഈ വലിയ വസ്ത്രം തയ്ച്ചിട്ടുള്ളത് എന്ന് അവിടെ വെച്ചുകൊണ്ട് അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു വിശദീകരണം കൊടുക്കുമ്പോ അപ്പോഴാണ് സൽമാൻ അൽ ഫാരിസി അത് കേട്ട് സമാധാനിച്ചുകൊണ്ട് പറയുന്നത്, എങ്കിൽ ഇനി നിങ്ങൾ പറഞ്ഞോളൂ, ഇനി നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ പറയുന്നത് കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യാം. ഇങ്ങനെ നീതിക്ക് വിരുദ്ധമായി എന്തെങ്കിലും ഒന്നുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്ത് വന്ന എത്രയോ സംഭവങ്ങൾ. ഭരണകാലഘട്ടത്തിൽ തന്നെ മഹർ, സ്ത്രീകൾ മഹർ ധാരാളമായി വാങ്ങുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. മഹർ നിർണയമില്ലാത്ത മഹർ. സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ മഹർ എന്ന് പറഞ്ഞാൽ പുരുഷന്മാർ ഞങ്ങൾ ഉത്തര കൊടുക്കാൻ അങ്ങോട്ട് പറയാം. യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ മഹർ അങ്ങനെയല്ല. മഹർ എന്ന് പറയുന്നത് സ്ത്രീകളുടെ അവകാശമാണ്. അവരെത്രയാണ് ഇത് പറഞ്ഞു വാങ്ങിക്കേണ്ട ഒന്നാണ് മഹർ. അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന പാഠം. നമ്മളെല്ലാം തലതിരിച്ചതിന്റെ ഭാഗമായിട്ട് ഇസ്ലാമിന്റെ ഈ മഹറിന്റെ സമ്പ്രദായത്തിൽ നമ്മൾ തലതിരിച്ചിട്ടു. നമ്മൾ പുരുഷന്മാർ അങ്ങോട്ട് വിവാഹ നിശ്ചയത്തിന് അന്ന് പറയും ഞങ്ങൾ 4 പവൻ കൊടുക്കാം, അല്ലെങ്കിൽ 5 പവൻ കൊടുക്കാം. അതല്ല, ഇസ്ലാമിൽ മഹർ എന്ന് പറയുന്നത് സ്ത്രീകളുടെ അവകാശമാണ്. അവർക്ക് ചോദിച്ചു വാങ്ങാൻ അധികാരമുള്ള ഒന്ന്. എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് വറാസത്തിൽ പകുതി നിശ്ചയിച്ചത്? ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടാകുമ്പോ ആൺകുട്ടികൾക്ക് കിട്ടുന്നതിന്റെ പകുതിയാണ് സ്ത്രീകൾക്ക്. 2 കാരണമാണ്. ഒന്ന്, സ്ത്രീകൾക്ക് ഇസ്ലാം സാമ്പത്തികമായ ഒരു ബാധ്യതയും നിശ്ചയിച്ചിട്ടില്ല. ഒരു കുടുംബത്തെ പോറ്റാനുള്ള സാമ്പത്തികമായ ഒരു ചെലവും നയാ പൈസ തന്റെ കുടുംബത്തിന് വേണ്ടി കൊടുക്കാൻ ഒരു സ്ത്രീക്ക് ഇസ്ലാം ബാധ്യത നിശ്ചയിച്ചിട്ടില്ല. നിങ്ങൾ എത്ര സമ്പത്തുള്ളവരാണെങ്കിലും, എത്ര വലിയ ജോലിയുള്ളവരാണെങ്കിലും, എത്ര ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്നവരാണെങ്കിലും, നിങ്ങളുടെ ശമ്പളത്തിൽ നിന്ന് 5 പൈസ നിങ്ങളുടെ മക്കൾക്കോ നിങ്ങളുടെ കുടുംബത്തിനോ നിങ്ങൾ ചെലവഴിക്കേണ്ടതില്ല. അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇസ്ലാം പുരുഷനിലാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ കാരണം, സ്ത്രീകൾക്ക് മഹറുണ്ട്. മഹറുണ്ട് സ്ത്രീകൾക്ക്. അത് വലിയ സംഖ്യയാണ്. അന്നത്തെ കാലഘട്ടത്തിലാണെങ്കിലും ഇസ്ലാമിന്റെ കാലഘട്ടങ്ങളിലും മഹർ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് കിട്ടുന്ന ഒരു വലിയ സമ്പത്താണ്. ഈ 2 കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് സ്ത്രീകൾക്ക് പുരുഷന്മാരുടെ പകുതി സമ്പത്ത് എന്ന് ഇസ്ലാം നിശ്ചയിക്കുന്നത്. ഇന്ന് നേരെ തിരിച്ചുപോയി മഹറിന്റെ ഒരു കാര്യം നമ്മൾ കേൾപ്പിക്കുന്നില്ല. ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ മഹർ നിയന്ത്രണമില്ലാതെ പറയുന്ന സന്ദർഭം ഉണ്ടായപ്പോ ഉമർ റളിയല്ലാഹു ഒരു വലിയ സദസ്സ് വിളിച്ചുകൊണ്ട് അവരോട് പ്രസംഗിച്ചു, ഇനി മഹറുകൾ എത്ര ചോദിക്കരുത്, കുറച്ച് ചോദിക്കണം. കാരണം അതുകൊണ്ട് ആളുകൾക്ക് പ്രയാസമുണ്ട്. ആളുകൾക്ക് കല്യാണം കഴിക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ മഹർ നിയന്ത്രണമില്ലാതെ പറഞ്ഞതിന്റെ പേരിൽ അത്രയും മഹർ കൊടുക്കാൻ പുരുഷന്മാർക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് മഹർ നിങ്ങൾ നിജപ്പെടുത്തണം, ഇത്ര മാത്രമേ കൊടുക്കാവൂ എന്ന് നിശ്ചയിച്ചപ്പോ ഒരു സ്ത്രീ എഴുന്നേറ്റുന്നു. ഒരു സ്ത്രീ എഴുന്നേറ്റുന്നുണ്ട്. ഉമർ റളിയല്ലാഹു എന്ന വിശുദ്ധ ഖുർആനിലെ ആയത്ത് കേൾപ്പിച്ചുകൊണ്ട് നിങ്ങൾ കൂമ്പാരം കണക്കെ മഹർ കൊടുത്താലും അതിൽ നിന്ന് ഒന്നും നിങ്ങൾ തിരിച്ചു ചോദിക്കാൻ പാടില്ല വിവാഹമോചനത്തിന്റെ വേളയിൽ എന്ന് ഖുർആൻ പറയുന്ന ആയത്തുണ്ടല്ലോ. ആ ആയത്തിനെ ഉദ്ധരിച്ചുകൊണ്ട് ആ സ്ത്രീ ചോദിക്കുന്നുണ്ട്, വിവാഹത്തിന്റെ സന്ദർഭത്തിൽ നിശ്ചയിക്കുന്ന മഹറിന് അല്ലാഹുവിന്റെ ഖുർആനിൽ നിയന്ത്രണം വെച്ചിട്ടില്ല. എത്രമാത്രം വലിയ കൂമ്പാരം നിങ്ങൾ മഹർ കൊടുത്താലും അത് തിരിച്ചു വാങ്ങാൻ പാടില്ല എന്നാണ് ഖുർആൻ പറയുന്നതെങ്കിൽ ആ കൂമ്പാരക്കണക്കിന്റെ മഹറിന് നിങ്ങൾ എങ്ങനെയാണ് പരിധി നിശ്ചയിക്കുക? ആരാണ് നിങ്ങൾക്ക് അതിന് അനുവാദം നൽകിയത് എന്ന് ഒരു സ്ത്രീ എഴുന്നേറ്റ് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മാതൃകയിൽ ഖിലാഫത്തുമായി മുന്നോട്ട് പോയ ഉമർ റളിയല്ലാഹു തആല ആ സന്ദർഭത്തിൽ പറയുന്നുണ്ട്, ഇംറഅത്തുൻ അസ്വാബത് വറജുലുൻ അഖ്ത വല്ലാഹു മുസ്തആൻ. ഒരു സ്ത്രീ, ആ സ്ത്രീ പറഞ്ഞത് ശരിയാണ്, ഉമറിന് തെറ്റുപറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തിരുത്താണ് ആ സ്ത്രീയുടെ വാക്ക് കേട്ട്. ഇതാണ് ഇസ്ലാമിന്റെ ഖിലാഫത്ത്. ഈ ഖിലാഫത്ത് ഈ ലോകത്തിൽ ഒരിക്കലും ഭരിക്കുണ്ടാക്കുന്നതല്ല, സ്ത്രീകളുടെ അവകാശത്തെ ഹനിക്കുന്നതല്ല, മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്നതല്ല, അപരിഷ്കൃതമായ ഒരു കാടൽ ലോകത്തേക്കുള്ള തിരിച്ചു നടത്തിന്റെ പേരല്ല. മറിച്ച് ഇന്ന് ലോകം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്തെല്ലാം തോന്നിവാസങ്ങളുണ്ടോ ആ തോന്നിവാസങ്ങളെല്ലാം അവസാനിപ്പിച്ച് ഒരു മനോഹരമായ ലോകത്തെ കെട്ടിപ്പടുക്കുവാൻ ഇസ്ലാമിന്റെ ഖിലാഫത്തിന് മാത്രമേ യഥാർത്ഥത്തിൽ സാധിക്കുകയുള്ളൂ. അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത.
ഉമർ റളിയല്ലാഹു അൻഹു മരണപ്പെടാൻ 10 വർഷത്തോളം നീണ്ടുനിന്ന ലോകങ്ങളുടെ ഏറ്റവും മനോഹരമായ ഭരണം, ആ ഭരണകാലഘട്ടം അവസാനിച്ച് ഒരു ജൂതനായ ഒരു മനുഷ്യന്റെ കുത്തേറ്റുകൊണ്ട്, ഒരു മജൂസിയായ മനുഷ്യന്റെ കുത്തേറ്റുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു മരണപ്പെടുന്നത് കുത്തേറ്റ് 3-ാമത്തെ ദിവസത്തിലാണ്. കുത്തേറ്റ് അതിന്റെ മുറിവ് പറ്റി 3 ദിവസം അദ്ദേഹം പിന്നെ ഈ ദുനിയാവിൽ ജീവിച്ചിട്ടുണ്ട്. ആ ജീവിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം ആരായിരിക്കണം അടുത്ത ഭരണാധികാരി എന്ന് തീരുമാനിക്കാൻ വേണ്ടി പിന്നെ ഉമർ റളിയല്ലാഹു തആല പ്രധാനപ്പെട്ട അന്ന് ജീവിച്ചിരിപ്പുള്ള 6 പ്രധാനപ്പെട്ട സ്വഹാബികളെ നിശ്ചയിക്കുന്നുണ്ട്. 6 പ്രധാനപ്പെട്ട സ്വഹാബികളെ. ആ സ്വഹാബിമാരുടെ കൂട്ടത്തിൽ പിന്നെ എന്താ പറയാ, സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ഏറ്റവും പ്രഗത്ഭരായ സ്വഹാബികളാണ്. അതിലൊന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, രണ്ടാമത്തേത് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, മൂന്നാമത്തേത് തൽഹ ഇബ്നു ഉബൈദില്ല, നാലാമത്തേത് സുബൈർ ഇബ്നു അബ്ബാം, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, സഅദ് ഇബ്നു അബി വഖാസ്. ഈ 6 സ്വഹാബികളെ നിശ്ചയിക്കുന്നത്. ഈ 6 സ്വഹാബികളെ നിശ്ചയിച്ചുകൊണ്ട് ഒരു കാര്യം കൂടി അതിൽ ചേർത്ത് പറയുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമറിനെ തന്റെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, യശ്ഹദുകും അബ്ദുല്ലാഹി ഇബ്നു ഉമർ വലൈസ ലഹു മിനൽ അംറി ശൈഉൻ. ഈ പറയുന്നതിന് എന്റെ മകൻ അബ്ദുള്ള സാക്ഷിയാണ്, എന്നാൽ എന്റെ മകൻ അബ്ദുള്ള ഈ കൂട്ടത്തിൽ പെടില്ല. ഈ 6 ആളുകളുടെ കൂട്ടത്തിൽ എന്റെ മകനെ ഞാൻ ഉൾപ്പെടുത്തില്ല. കാരണം സ്വന്തം മകനെ ഈ പറയുന്ന ഭരണാധികാരികൾ ആരായിരിക്കണമെന്ന തീരുമാനത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റിക്കഴിഞ്ഞാൽ അവന്റെ സ്വാധീനം, ആ മകന്റെ സ്വാധീനം അതിൽ കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് പിതാവ് തന്റെ മകനെ തന്റെ അടുത്ത ഭരണാധികാരിയായി നിശ്ചയിക്കാൻ വേണ്ടി നടത്തിയ കളിയാണ് എന്ന് ആരോപിക്കാനുള്ള സാധ്യതയുണ്ട് എന്നതുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട മകനെ മാറ്റിവെച്ചുകൊണ്ട് ബാക്കിയുള്ള 6 സ്വഹാബികളെ അടുത്ത ഭരണാധികാരി ആരായിരിക്കണമെന്ന് തീരുമാനിക്കുന്ന സമിതിയായിക്കൊണ്ട് നിശ്ചയിക്കാം. അവര് നാട് മുഴുവനും സഞ്ചരിച്ച് ആരായിരിക്കണം അടുത്ത ഭരണാധികാരി എന്ന് ആലോചിച്ചുകൊണ്ടാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിനെ 3-ാമത്തെ ഖലീഫയായി കൊണ്ട് തെരഞ്ഞെടുക്കുന്നത്. ഞാൻ പറയുന്നത് ഇതാണ് ഇസ്ലാമിന്റെ ഈ ഭരണ സംവിധാനത്തിന്റെ ഈ ഖലീഫമാരുടെ കാലഘട്ടത്തിന്റെ പ്രത്യേകത. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഈ ദുനിയാവിൽ മനോഹരമായ ഭരണം നടത്തി. അദ്ദേഹത്തിന്റെ ചില സ്വഭാവത്തിന്റെ ഒരു നൈർമല്യമുണ്ട്. ഏതാളുകളോടും വളരെ നൈർമല്യത്തോടുകൂടി പെരുമാറുന്ന സാഹചര്യമുള്ളതുകൊണ്ട് ചില ആളുകൾ അദ്ദേഹം അറിയാതെ അദ്ദേഹത്തെ ചൂഷണം ചെയ്യുന്ന ചില സാഹചര്യങ്ങൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭരണകാലഘട്ടത്തിൽ ഉണ്ടായി എന്ന യാഥാർത്ഥ്യം കൂടി ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ എങ്കിലും ആ ഭരണകൂടവും വളരെ മനോഹരമായി ഈ ലോകത്ത് ആസ്വദിക്കുകയും അനുഭവിക്കുകയും ചെയ്ത ഭരണകാലഘട്ടമാണ്. പിന്നീട് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ ഖലീഫയായി മാറുന്നതും ഈ പറഞ്ഞ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖിലാഫത്തിന് ശേഷം കൂടിയാലോചനകളിലൂടെയാണ്. ഒരുപക്ഷെ ആ സന്ദർഭത്തിൽ ചില തർക്കങ്ങൾ കൂടി ഉണ്ടായിട്ടുണ്ട്. അബീ സുഫിയാൻ അടുത്ത ഭരണാധികാരിയാവണമെന്ന് തീരുമാനിച്ച സന്ദർഭം കൂടിയാണ്. പക്ഷേ അന്ന് ജീവിച്ചിരിക്കുന്ന സ്വഹാബിമാരുടെ ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ജനങ്ങളുടെ മഹാഭൂരിപക്ഷത്തിന്റെയും അഭിപ്രായം മാനിച്ചുകൊണ്ടാണ് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു 4-ാമത്തെ ഇസ്ലാമിന്റെ ഖലീഫയായി അധികാരം ഏറ്റെടുക്കുന്നത്. ആ കാലഘട്ടവും ഈ ലോകത്ത് നീതിയുടെ മനോഹരമായ അനുഭവങ്ങൾ കൊണ്ട് സമ്പന്നമായ കാലഘട്ടമായിരുന്നു എന്ന് ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഈ കാലഘട്ടമാണ് ഖലീഫമാരുടെ കാലഘട്ടം. 32 വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ഖുലഫാഉർ റാഷിദുകളുടെ ഈ കാലഘട്ടത്തെ കുറിച്ചാണ്, ഖലീഫമാരുടെ കാലഘട്ടത്തിലേക്കാണ് ചിലർ ഈ ലോകത്തെ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്ന് ഇസ്ലാമിനെ കുറിച്ച് തന്നെ വലിയ തോതിൽ അവമതിപ്പുണ്ടാക്കുന്ന ആരോപണം ഉന്നയിക്കുന്നത് എന്ന് ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കണം. അലി റളിയല്ലാഹു അൻഹുവിന്റെ അവസാനിപ്പിക്കാം. അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖിലാഫത്തിന് ശേഷം പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നുബുവത്തിന് ശേഷം പിന്നീട് മലിക്കുൽ ആദ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ചില ഏകാധിപതികളായ ഭരണാധികാരികൾ രംഗത്ത് വരികയാണ്. അബൂ സുഫിയാന്റെ മകൻ മുആവിയ റളിയല്ലാഹു തആല അൻഹു അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖിലാഫത്തിന് ശേഷം അധികാരം ഏറ്റെടുത്തപ്പോൾ ഇസ്ലാമിന്റെ ഖിലാഫത്ത് മുലൂക്കിയത്തിലേക്ക് വഴിമാറി പോവാണ്, രാജവാഴ്ചയിലേക്ക് വഴിമാറി പോവാണ്. ആ രാജവാഴ്ചയുടെ ചില പ്രയാസങ്ങൾ ലോകത്തിൽ പിന്നീട് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ഇസ്ലാമിന്റെ നീതിയും ഇസ്ലാമിന്റെ ക്ഷേമൈശ്വര്യങ്ങൾ കളിയാടുന്ന ഭരണ സംവിധാനത്തിന്റെ നന്മയും ഈ ലോകത്തിന് ആവോളം അനുഭവിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും, അത് അമവിയ ഭരണകാലഘട്ടത്തിലാണെങ്കിലും അബ്ബാസിയ ഭരണകാലഘട്ടത്തിലാണെങ്കിലും മംലൂക്കുകളുടെ കാലഘട്ടത്തിലാണെങ്കിലും ഉസ്മാനിയ ഭരണകാലഘട്ടത്തിലാണെങ്കിലും അതേപോലെ ഏതെല്ലാം ഫാത്തിമിയ ഭരണകാലഘട്ടത്തിലാണെങ്കിലും എല്ലാം ഇസ്ലാമിന്റെ നീതിയുടെയും അതേപോലെ തന്നെ ഇസ്ലാമിന്റെ ക്ഷേമൈശ്വര്യങ്ങൾ കളിയാടുന്ന ആ ഭരണകൂടത്തിന്റെ നന്മകൾ ഈ ലോകത്തിന് ആസ്വദിക്കുവാനും അനുഭവിക്കുവാനുമുള്ള എല്ലാ അവസരങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഭരണാധികാരികളെ തെരഞ്ഞെടുക്കുന്നതിലെ ജനാധിപത്യ സ്വഭാവം ഈ മുലൂക്കിയത്തിലേക്ക് വഴിമാറിയതോടുകൂടി ഇല്ലാണ്ടായി.
മുആവിയയ്ക്ക് ശേഷം മുആവിയയുടെ മകൻ യസീദ്, ആ യസീദിന്റെ കാലഘട്ടത്തിലാണ് ഹുസൈൻ റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ റസൂലിന്റെ പേരക്കുട്ടി ഹുസൈൻ റളിയല്ലാഹു തആലയുടെ നേതൃത്വത്തിലുള്ള കർബല, ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും ധീരമായ പോരാട്ടത്തിന്റെ അധ്യായം ഉണ്ടാക്കുന്നത് കർബല എന്ന് പറഞ്ഞാൽ ഈ ഖിലാഫത്ത് മുലൂക്കിയത്തിലേക്ക് വഴിമാറിപ്പോയ മുലൂക്കിയത്തിനെ ഇസ്ലാമിന്റെ ഖിലാഫത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അതേപോലെ തന്നെ ഹുസൈൻ റളിയല്ലാഹു തആല നടത്തിയ പോരാട്ടം ലോകത്ത് വലിയ ചരിത്രത്തിന്റെ മനോഹരമായ അധ്യായമായി നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടി കഴിയും. ഞാനതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ലോകത്ത് ഏകദേശം 14 നൂറ്റാണ്ടുകാലം നീണ്ടുനിന്ന ഈ ഖിലാഫത്ത് 1920കളിൽ ലോകത്ത് ഇല്ലാതായ എന്ന് പറഞ്ഞാൽ അത്രയും കാലം ഈ ലോകത്ത് ഖിലാഫത്ത് ഉണ്ട്. 1927 തുർക്കിയിൽ നിലനിന്നിരുന്ന അബ്ദുൽ ഹമീദ് രണ്ടാമൻ എന്ന് പറയുന്ന ഉസ്മാനിയ ഭരണകൂടത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഭരണാധികാരിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് കമാൽ അത്താതുർക്ക് എന്ന് പറയുന്ന തുർക്കിയുടെ ഏകാധിപതിയായ ഭരണാധികാരി അധികാരം ഏറ്റെടുക്കുന്നത് വരെ ഈ ലോകത്ത് 13.5 നൂറ്റാണ്ടുകാലം നീണ്ടുനിന്ന മനോഹരമായ ഇസ്ലാമിക ചരിത്രത്തിന്റെ അധ്യായത്തിന്റെ പേരാണ് ഖിലാഫത്തെങ്കിൽ ആ ഖിലാഫത്ത് ലോകത്തിന് പരിക്കുണ്ടാക്കിയിട്ടില്ല. ആ ഖിലാഫത്ത് ഈ ലോകത്തിന്റെ നന്മ മാത്രമേ യഥാർത്ഥത്തിൽ പ്രദാനം ചെയ്തിട്ടുള്ളൂ. ആ നന്മയുടെ ഖിലാഫത്തിന്റെ ആശയത്തെ വക്രീകരിച്ചുകൊണ്ട് പലവിധത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുമ്പോൾ ഇതല്ല യഥാർത്ഥത്തിൽ ഖിലാഫത്ത് എന്താണ് എന്ന് ഈ ലോകത്തുള്ള ജനങ്ങളെ, നാം ജീവിക്കുന്ന സമൂഹത്തിലുള്ള ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്ന് പറയുന്ന വലിയ ഉത്തരവാദിത്വം കൂടി യഥാർത്ഥത്തിൽ നമ്മളിൽ അർപ്പിതമാണ് എന്നാണ് ഞാൻ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ആ ഖിലാഫത്ത് ഒരുപക്ഷെ പഴയ കാലഘട്ടത്തിൽ എങ്ങനെയാണോ നിലനിന്നിരുന്നത് അതേപോലെ ദേശരാഷ്ട്രങ്ങൾ രൂപീകരിച്ച പുതിയ കാലഘട്ടത്തിൽ രൂപീകരിക്കാൻ കഴിയുമോ ഇല്ലേ എന്നതൊക്കെ അതിന്റെ പ്രായോഗികതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. പക്ഷേ ഖിലാഫത്ത് എന്ന് പറയുന്ന ആശയം അവിടെയും വളരെ കൃത്യമായി പ്രസക്തമായി നിലനിൽക്കുന്നുണ്ട്. ആ ഖിലാഫത്തിന്റെ ഭരണകൂടത്തിന്റെ നന്മ ഈ ലോകത്തിന് ഏത് നിലക്കും ആസ്വാദ്യകരമായ അനുഭവങ്ങളാണ് സമ്മാനിച്ചിട്ടുള്ളത്. അത് പുതിയ കാലഘട്ടത്തിൽ തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞാൽ ഈ ലോകം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളിൽ നിന്ന് ലോകത്തെ രക്ഷപ്പെടുത്താൻ കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല. കാരണം ഇന്ന് ലോകത്ത് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നവരെ നിങ്ങൾ പഠിച്ചു നോക്കിയേ. അമേരിക്കയിൽ പുതിയ തെരഞ്ഞെടുപ്പ് നടന്നു. ബൈഡന്റെ ശേഷം ഡൊണാൾഡ് ട്രംപ് വീണ്ടും ആ രാജ്യത്തിന്റെ അധികാരം ഏറ്റെടുക്കാൻ വേണ്ടി പോവാം. എന്താണ് അവിടെ സംഭവിക്കാൻ വേണ്ടി പോകുന്നത്? അങ്ങനെയുള്ള ഒരു ഭരണാധികാരിയുടെ ആ രാജ്യത്ത് എന്ത് നന്മയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? ഇന്ത്യ രാജ്യം ഭരിക്കുന്നത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സംഘപരിവാർ ഗവൺമെന്റാണ്. ആ ഗവൺമെന്റിലൂടെ എന്ത് നന്മയാണ് ഈ ലോകത്തിന് അനുഭവപ്പെടാൻ കഴിയുന്നത്? നമ്മുടെ കേരളം ഭരിക്കുന്ന ഭരണകൂടത്തിൽ നിന്ന് എന്ത് നന്മയാണ് നമുക്ക് ലഭ്യമായി കൊണ്ടിരിക്കുന്നത്? ഇസ്രായേൽ എന്ന് പറയുന്ന ആ രാഷ്ട്രത്തിന്റെ ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയുന്ന ലോകം കണ്ട ഏറ്റവും ഭീകരവാദിയായ ഭരണാധികാരിയുടെ അക്രമ ഭരണത്തിലൂടെ ഈ ലോകത്തിന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പരിക്കുകൾ എത്രമാത്രമാണ്? ഇതെല്ലാം ലോകം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോ ഇതിൽ നിന്ന് ഈ ലോകത്തിന് ഒരു മോചനം ഉണ്ടാകണമെങ്കിൽ ഖിലാഫത്തിന്റെ മനോഹാരിത ഈ ലോകത്തിന് വീണ്ടും അനുഭവിക്കാൻ കഴിയണം. അതിനെക്കുറിച്ച് മുസ്ലിം സമൂഹം കൺസേൺ ആണ്. അതിനെക്കുറിച്ച് മുസ്ലിം സമൂഹം ബോധവാന്മാരാണ്. ആ ബോധ്യത്തിൽ നിന്ന് ഖിലാഫത്തിന്റെ മനോഹരമായ ഒരു ലോകത്തെ വീണ്ടും പടുത്തുയർത്തുവാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ മുഴുകുക എന്ന് പറയുന്ന വലിയ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടവർ കൂടിയാണ് നമ്മൾ. നമ്മുടെ നമസ്കാരത്തെ കുറിച്ച് മാത്രം ആലോചിച്ചാൽ പോരാ. 5 വക്ത പള്ളിയിൽ നിസ്കരിക്കാൻ സൗകര്യമുണ്ടല്ലോ. അതുകൊണ്ട് ഞങ്ങളുടെ ദീനെല്ലാം പൂർത്തീകരിച്ചു എന്ന് മനസ്സിലാക്കി നമ്മുടെ ദീനി ഉത്തരവാദിത്വം അവസാനിപ്പിക്കേണ്ടവരല്ല നമ്മൾ. മറിച്ച് ഇസ്ലാമിന്റെ ഈ മനോഹരമായ എല്ലാ നിലക്കും സമ്പൂർണമായി ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയവും സാമൂഹികപരവും സാമ്പത്തികവും കുടുംബപരവും സദാചാരവും ധാർമ്മികപരവും അങ്ങനെ മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളെയും ചൂഴ്ന്നു നിൽക്കുന്ന ഇസ്ലാമിന്റെ ഈ മനോഹരമായ ഈ ആശയത്തെ തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്ന ഉത്തരവാദിത്വം ഈ കാലഘട്ടത്തിന്റെ ദൗത്യമായി ഞാനും നിങ്ങളും ഏറ്റെടുക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് വാഗ്ദാനം ചെയ്ത സുന്നതകൂലു ഖിലാഫത്തുൻ അലാ മിൻഹാജിൻ നുബുവ, ആ നുബുവത്തിന്റെ അതേ മിൻഹാജിൽ വീണ്ടും ഒരു ഖിലാഫത്ത് ഈ ലോകത്ത് തിരിച്ചു വരുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ വാഗ്ദാനം ചെയ്യുന്ന യുരീദുന അൻ യുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വല്ലാഹു മുത്തിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ. സത്യനിഷേധികൾക്ക് എത്ര അരോചകം ഉണ്ടായാലും അല്ലാഹുവിന്റെ ദീൻ ഇവിടെ പൂർത്തീകരിക്കപ്പെടുക തന്നെ ചെയ്യും. ആ പ്രകാശത്തെ ആരോഗ്യപ്പെടുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാലും അത് സാധ്യമല്ലെന്ന് പടച്ചതമ്പുരാൻ ഖുർആനിലൂടെ വാഗ്ദാനം ചെയ്യുന്ന ആ വാഗ്ദാനം നമ്മളിലൂടെ പുലരുന്നത് കൺകുളിർക്കെ കണ്ട് ഈ ദുനിയാവിൽ നിന്ന് കണ്ണടക്കാനുള്ള സൗഭാഗ്യം പടച്ചറബ്ബ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുകയാണ്. റഹ്മാനും റഹീമുമായ നാഥ, ജീവിതത്തിൽ ഒരുപാട് കുറവുകളും പോരായ്മകളും ഒക്കെ സംഭവിച്ചവരാണ് ഞങ്ങൾക്ക് നീ പുറത്തു നൽകണമേ നാഥ. ഞങ്ങളോട് നീ കാരുണ്യം കാണിക്കണമേ തമ്പുരാനെ. ഞങ്ങളോട് നീ വിട്ടുവീഴ്ച ചെയ്യണമേ നാഥ. ഞങ്ങളുടെ
രോഗികളായ ശാരീരികമായി പ്രയാസങ്ങൾ അനുഭവിക്കുന്ന പലരുമുണ്ട്. ദുആ കൊണ്ട് പ്രത്യേകം വസിയത്ത് ചെയ്യുന്ന ആളുകളുണ്ട്. പടച്ചതമ്പുരാനെ അവരുടെ ശാരീരികമായ പ്രയാസങ്ങൾ നീ ദൂരീകരിച്ചു കൊടുക്കണമേ തമ്പുരാനെ. അവർക്ക് നീ ശിഫ നൽകണമേ നാഥ, ആഫിയത്ത് നൽകണമേ തമ്പുരാനെ. പടച്ചവനെ ജീവിതം ഖൈറാകുന്നിടത്തോളം ആഫിയത്തോടുകൂടി ജീവിക്കാനും മരണം ഖൈറാകുന്ന സന്ദർഭത്തിൽ ഈമാനോടെ മരിക്കാനും അല്ലാഹുവേ ഞങ്ങൾക്കെല്ലാം നീ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. പടച്ചവനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗ്ഗത്തിൽ എഴുന്നേറ്റ് നിന്നതിന്റെ പേരിൽ വലിയ തോതിൽ പരീക്ഷണങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അല്ലാഹുവേ നിന്റെ സഹായത്തിൽ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആ ജനങ്ങളെ നീ സഹായിക്കണമേ നാഥ. നിന്റെ സഹായത്തിന്റെ വാഗ്ദാനമാണ് അവരുടെ പ്രതീക്ഷ. ആ പ്രതീക്ഷ പുലരുന്ന നല്ല നാടുകളെ കാണാനുള്ള സൗഭാഗ്യം അവർക്കും ഞങ്ങൾക്കും ഒക്കെ നൽകി നീ അനുഗ്രഹിക്കണമേ നാഥ. ഫലസ്തീനിൽ ഗസയിൽ ആ രാജ്യത്തുള്ള ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദനകൾ പടച്ചതമ്പുരാനെ ഏറ്റവും കൂടുതൽ അറിയുന്നവൻ നീയാണ്. പതിനായിരക്കണക്കിന് കുഞ്ഞുങ്ങളും സ്ത്രീകളും ഉൾപ്പെടെ നിരപരാധികളായ മനുഷ്യർ രക്തസാക്ഷികളായി ആ പോരാട്ടം ഇന്നും തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ നാഥ നിന്റെ സഹായം കൊണ്ട് ആ പോരാട്ടത്തിൽ നീ സഹായിക്കണമേ തമ്പുരാനെ. അവർ പ്രതീക്ഷിക്കുന്ന വിജയം നൽകി നീ ആ ജനതയെ അനുഗ്രഹിക്കണമേ നാഥ. ബൈത്തുൽ മുഖദ്ദസിന്റെ മോചനവും ഫലസ്തീനിന്റെ സ്വാതന്ത്ര്യവും ലക്ഷ്യമിച്ചുകൊണ്ട് പോരാടിക്കൊണ്ടിരിക്കുന്ന ആ പോരാട്ടത്തെ നീ വിജയിപ്പിക്കണമേ നാഥ. അവിടെയുള്ള പോരാളികൾക്ക് നീ കരുത്ത് നൽകണമേ നാഥ. അവരുടെ കൂട്ടത്തിൽ കഷ്ടപ്പാടുകളും വേദനകളും അനുഭവിക്കുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട്. പട്ടിണിയുടെ വേദന അറിഞ്ഞുകൊണ്ട് ജീവിക്കുന്ന, വീടില്ലാതെ കഷ്ടപ്പെടുന്ന, ജോലികളില്ലാതെ പ്രയാസപ്പെടുന്ന ആ ജനതയെ നീ സഹായിക്കണമേ നാഥ. നിന്റെ കാരുണ്യത്തിന്റെ ചലനമുണ്ട്. ആ ജനതയ്ക്ക് നീ സംരക്ഷണം നൽകണമേ നാഥ. പടച്ചവനെ ബൈത്തുൽ മുഖദ്ദസിന്റെ മോചനം, ഫലസ്തീനിന്റെ സ്വാതന്ത്ര്യം കൺകുളിർക്കെ കണ്ട് ഈ ദുനിയാവിൽ നിന്ന് കണ്ടടക്കാനുള്ള സൗഭാഗ്യം പടച്ചവനെ ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണമേ നാഥ. ആ ജനതയുടെ പ്രാർത്ഥനയുടെ നിലപാടുകളിലൂടെ ആ ജനതയുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവരുടെ കൂടെ നിൽക്കാനുള്ള ഈമാനികമായ ഇസ്സത്ത് നൽകി പടച്ചതമ്പുരാനെ ഞങ്ങളെ നീ നൽകി ഞങ്ങൾക്ക് നീ അനുഗ്രഹിക്കണമേ നാഥ. പടച്ചവനെ ഞങ്ങളുടെ കൂട്ടത്തിൽ മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരങ്ങൾ, തുണകൾ റഹ്മാനും റഹീമുമായ നാഥ അവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണമേ നാഥ. പടച്ചവനെ അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ തമ്പുരാനെ. ഞങ്ങളോട് കാരുണ്യം കാണിക്കുന്ന ഭരണകൂടങ്ങളെ നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ നാഥ. മുസ്ലിം സമുദായത്തിന്റെ ആരാധനാലയങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടം പടച്ചവനെ ഇസ്ലാമിന്റെ ആരാധനാലയങ്ങളുടെ സംരക്ഷണം നിന്റെ കൈവശമാണ്. ആ ആരാധനാലയങ്ങൾ നീ സംരക്ഷിക്കണമേ നാഥ. മുസ്ലിം ഉമ്മത്തിന് നീ ഇസ്സത്ത് നൽകണമേ നാഥ. ദില്ലത്തിൽ നിന്ന് ഈ ഉമ്മത്തിനെ നീ രക്ഷപ്പെടുത്തണമേ തമ്പുരാനെ. ഈ കാലഘട്ടത്തിന്റെ ഇസ്ലാമികമായ ദൗത്യം ഇസ്സത്തോടെ നിർവഹിക്കാനുള്ള എല്ലാ കഴിവും നൽകി പടച്ചവനെ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ നാഥ. റബ്ബനാ തഖബ്ബൽ ദുആഅനാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. اللهم إنا نسألك رضاك والجنة ونعوذ بك من سخطك والنار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم إنا نسألك علما نافعا وعملا متقبلا ورزقا حلالا